ഇങ്ങനത്തത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രശ്നം. അല്ലാണ്ട് നമുക്കിതൊന്നും അപ്രാപ്യമായ സാധനമല്ല, പ്രാപ്യമായിരുന്നു. പക്ഷെ ഇതെവിടുന്ന് കിട്ടുന്നു അറിയില്ല. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഇത്തരം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നും നമുക്കറിയില്ല. അത്രയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇതിന്റെ മാർഗം കാണിച്ചു തരും. ഇനി എനിക്ക് തോന്നുന്നു നിസാം സാറിന്റെ മാർക്കറ്റും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ? എവിടുന്ന് കിട്ടും, നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മള് സ്ക്രഞ്ചീസ് ഹെയർ ബൺ എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാന്നാണ് കാണിക്കുന്നത്. സ്ക്രഞ്ചീസ് ഹെയർ ബൺ എന്നാണ് ഈ പറയുന്നത്. ഫസ്റ്റ് നമ്മള് ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യാം ആക്കുക. ഈ രണ്ട് എൻഡുകളും ഇങ്ങനെ എന്ത് ചെയ്യാം വെക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കറക്കുക. കറക്കിയതിന് ശേഷം ഒരു ഭാഗം, അതായത് ഇതുപോലെ ഒരു ഹോള് ആക്കുക, ഒരു വിരലൂടെ വെച്ചിട്ട് ഒരു ഭാഗം താഴെ കൂടെ ഒന്ന് മുകളിലൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കെട്ടി കഴിഞ്ഞാല് ഫസ്റ്റ് ഒരു കെട്ടിട്ടു, രണ്ടാമത് എന്ത് ചെയ്യണം, ഒരു കെട്ട് കൂടെ വളരെ നല്ല ടൈറ്റ് ചെയ്ത് ഒരു കെട്ടു. ഓക്കെ, ശേഷം കത്രിക വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഭാഗം കട്ട് ചെയ്ത് അടുത്ത ഭാഗം ചേർത്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചൊന്ന് അകത്തോട്ടായി കഴിഞ്ഞാല് ഹെയർ ബണ്ണ് ഓക്കെ. അപ്പൊ ഇതില് ശ്രദ്ധിക്കാനുള്ളത് അളവുകളുടെ കാര്യമാണ് അല്ലെ. അളവ് ആദ്യം ഒരു അളവ് കറക്റ്റ് മെഷർമെന്റ് എടുക്കുക, ഈ ഒരു സൈസിനാണ്. അതിനുശേഷം കട്ട് ചെയ്തിടുക അല്ലെ, കട്ട് ചെയ്ത് ഇടുക. പിന്നെ ഇതുപോലെ കെട്ടുക, കെട്ടിയിട്ട് അവസാനം ഈ കട്ട് ചെയ്യുന്ന ഭാഗം അടിച്ചു ചെയ്യുക. കട്ട് ചെയ്ത് എല്ലാം ഇട്ടതിന് ശേഷം പാക്ക് ചെയ്യുക അല്ലെ. ഒരു ജാറോ അല്ലെങ്കിൽ പൗച്ചോ ഇതിലൊക്കെ എന്ത് ചെയ്യാം പാക്ക് ചെയ്ത് നമ്മുടെ ലേബലൊക്കെ ഒട്ടിച്ച് പ്രിന്റ് അല്ലെ. ഒരു പ്രിന്റഡ് ലേബല് നല്ലതാണ്. ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. ഈ രീതിയിൽ ഇത് ചെയ്യാം. ഇത് ഹെയർ ബണ്ണിന്റെതും ഇതേ സിസ്റ്റം തന്നെയാണ്. എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് അളവ് കറക്റ്റ് ചെയ്യുക, ഇതുപോലെ ഓരോ ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഹെയർ ബണ്ണ് പല ഡിസൈനില് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം അല്ലെ. വളരെ സിമ്പിൾ ആണ്, ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ബൺ. അപ്പൊ ഇതിന്റെ സൈഡിൽ പൊടിയും ഇതൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ പോകും. പിന്നെ അത് പൊടി മാറ്റിയിട്ട് പാക്ക് ചെയ്യാം. ഇത്രയുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ഏകദേശം എന്താ പറയാ 350 മുതൽ 400-480 വരെയാണ് ഇതിന്റെ റേറ്റ്. അതിൽ കുറഞ്ഞ മെറ്റീരിയലും ചില ടൈമിന് വരും. 290 മുതലൊക്കെ സാധനം കിട്ടാനുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനി ഇത് എത്ര ലാഭം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലേ അല്ലെ. ഒരു 10 രൂപ വിൽക്കുന്ന സാധനം നമുക്ക് മേക്ക് ചെയ്യുമ്പോ 1.5, 2, 2.25 ഈ ഒരു ഇതിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് അതിന്റെ പ്രൈസ് വരുന്നത്. അതുപോലെ ഏറ്റവും ചെറുതൊക്കെ എത്ര പൈസ വരും, 30-50 പൈസ വരും. അതൊക്കെ 2 രൂപ 3 രൂപ വിൽക്കുന്ന സാധനം അത്രയും വരും. ഇതാണ് ഈ ഒരു ഹെയർ ബണ്ണിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. എന്താ പറയാ, വേറെ ഒരു പ്രോഡക്റ്റും ഇല്ല. അതിന്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നു, കട്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് ആകുന്നു, അത്രയേ ഉള്ളൂ. വേറെ റിസ്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹെയർ ബണ്ണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വരുമാനം, നല്ല പ്രോഫിറ്റും കിട്ടും. പക്ഷെ ഇതിനെ മാർക്കറ്റ് ചെയ്യണം അല്ലെ കടകളിൽ. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം ഒരു സെക്ഷൻ തന്നെ ഉണ്ടല്ലോ ഓൺലൈനിൽ ചെയ്യുന്നത്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നതിനെ കുറിച്ചൊരു മാറ്റർ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് അതാണ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എളുപ്പമാണോ പാടാണോ? എളുപ്പമാണോ അത് പാടാണോ? പറയും, പെട്ടെന്ന് പറയും. എളുപ്പമാണ്, പാടാണ്, കുറച്ച് പാടാണ്, വളരെ പാടാണ്. പാടാണ് എന്ന് അഭിപ്രായമുള്ളവർക്ക് കൈ ഉയർത്താം. 3-4 പേർക്ക് പാടാണ്, 5 പേർക്ക് പാടാണ്. എളുപ്പം അതിലും 4-5 പേര് അതിലും ഉണ്ട്. അപ്പം സത്യത്തിൽ എളുപ്പമാണോ പാടാണോ? ഞാൻ ചെറിയൊരു എത്തിക്കുന്നുണ്ട്, ആ ഫണ്ട് റെഡി ആവുന്നു. ഇതുപോലെ മാർക്കറ്റിംഗ് എളുപ്പമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആമസോണും ഫ്ലിപ്കാർട്ടും ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്
നമ്മളെ അടുത്തേക്ക് വന്നിട്ട് അവര് നമ്മളെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യണ്ടേ, നമ്മള് ജസ്റ്റ് കണ്ട് അവരുടെ പ്രോഡക്റ്റിൽ കയറി എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നല്ലേ. അപ്പൊ ഈ രീതിയിൽ വളരെ എളുപ്പമാണ് മാർക്കറ്റിംഗ്. പണ്ടത്തെക്കാളും എളുപ്പമാണ്. ഞാൻ ചെറിയൊരു കഥ കൂടെ പറയാം. പണ്ടൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു, ഒരു ഉഗാണ്ട, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറയുന്നത്, ഒരു ഉഗാണ്ടയിലേക്ക് എന്ത് ചെയ്തു പറഞ്ഞയച്ചു, ഒരു ചെരുപ്പ് കമ്പനി. ഈ ഉഗാണ്ട അവിടെ ആരും ചെരുപ്പ് ധരിക്കില്ല. അപ്പൊ ആ ആള് തിരിച്ച് മാനേജറോട് വിളിച്ചു പറഞ്ഞു, അവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ചെരുപ്പും പോകില്ല. അയാൾ തിരിച്ചു കയറി വന്നു. അയാൾക്ക് പിന്നെ വേറെ ജോലി കൊടുത്തു, വേറെ ഏരിയ കൊടുത്തു. കുറെ മാസങ്ങൾക്ക് ശേഷം വേറൊരാൾ അവിടെ പറഞ്ഞയച്ചു, അതേ നാട്ടിൽ. അപ്പൊ അയാൾ ആ നാട്ടിൽ പോയിട്ട് പറഞ്ഞു, സർ ഇവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ചെരുപ്പ്, ഒരാൾക്ക് ചെരുപ്പില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളി, കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടിക്കോളി, ഇരട്ടിയായിക്കോളി. അതിവിടെ ആർക്കും ചെരുപ്പില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യണം, ചെരുപ്പ് ധരിപ്പിക്കണം. ഇയാളെന്ത് ചെയ്തു, എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ചെരുപ്പ് ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് ധരിക്കണമെന്ന് എന്ത് ചെയ്തു, അവരെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചാണ് എന്ത് ചെയ്തത്, ചെരുപ്പ് ധരിക്കാൻ തുടങ്ങി. അയാളുടെ കച്ചവടം ആ രാജ്യത്ത് എന്ത് ചെയ്ത് കൂട്ടി. അപ്പോഴിവിടെ പ്രശ്നം എന്താണ്, നമ്മുടെ മനോഭാവമാണ് പ്രശ്നം, നമ്മുടെ ചിന്തയാണ് പ്രശ്നം. ചിന്തകളെ മാറ്റിയാൽ എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ മാർക്കറ്റിംഗ് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രശ്നത്തിൽ പെട്ടു, അങ്ങനെ തന്നെ ഇരിക്കാൻ കഴിയും. അതേസമയം പ്രശ്നമല്ല, മാർക്കറ്റിംഗ് എളുപ്പമാണെന്ന് ചിന്തിച്ചാൽ എന്താ, എളുപ്പം തന്നെ, ആ എളുപ്പമാണ് എന്ന് ചിന്തിക്കുകയും അത് കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്തും പ്രശ്നം തന്നെ. അപ്പൊ നമ്മളിവിടെ മാറേണ്ട വലിയൊരു അനിവാര്യ ഘട്ടമാണ് ഇപ്പോഴും. കാരണം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ കൊറോണ ഒന്നല്ല അല്ലെ, എല്ലാ രാജ്യങ്ങളെയും ഒന്നിച്ച് പിടിച്ചടക്കിയല്ലേ. അപ്പോഴ് ഒന്നാമത്തെ കൊറോണ, 2, 3, ഇനി ഇത് നിൽക്കുവോ കൊറോണ? എല്ലാ വർഷവും എന്താ പുതിയ എപ്പിസോഡുകൾ പുതിയ സ്റ്റൈലിലും വരും. കൊറോണ 1, 2, ഒമിക്രോൺ 1, 2, 3, 4. എന്താ ഇതിന് ഉദാഹരണം? എല്ലാ വർഷത്തിലും ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, പട്ടിപ്പനി, എലിപ്പനി, ഉള്ള മൃഗത്തിന്റെ പേരിലെല്ലാം പനി. ഇത് എല്ലാ വർഷവും ഉള്ളതല്ലേ, എല്ലാ വർഷവും വരൂലേ. ഇത് ഇങ്ങനെ വരും, പുതിയ പുതിയ എപ്പിസോഡുകളായിട്ട്. ഇതിന്റെ പേരിൽ നമ്മൾ വെറുതെ നമ്മുടെ ജീവിതം എന്താവും? ഈ റീസൺ കുറെ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, എന്നും ഒതുങ്ങി അവിടെ ഇരിക്കാനേ കഴിയും, ഒന്നും നേടാൻ കഴിയില്ല. അതേസമയം ഇതൊക്കെ പ്രോബ്ലംസുകളെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ ബിസിനസ് ആക്കി നമ്മൾ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പലരും മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് ഇറങ്ങണം. ആ 2 കൽപ്പിച്ച് ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ കഴിയും. ഓക്കെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ നാട്ടില് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മള് മൈൻഡ് സെറ്റ് മാറ്റുക. അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയുക, നമ്മുടെ പഴയ നോക്കിയ മൊബൈലില്ലേ അല്ലെ, ഇന്ന് ആരെങ്കിലും ഉപയോഗിക്കുമോ? നിങ്ങളൊക്കെ ഉപയോഗിക്കുമോ? ഉപയോഗിക്കുന്നവരുണ്ട്, എന്നാൽ പോലും പെട്ടെന്ന് ചാർജൊന്നും തീരില്ല, അത് മാത്രമേ അതിന്റെ ഗുണമുള്ളൂ അല്ലെ. അതേസമയം ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ അല്ലെ, എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഈ നോക്കിയ മൊബൈൽ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തില്ല, ആൻഡ്രോയിഡിലേക്കോ സ്മാർട്ട് ഫോണിലേക്കോ ഒന്നും അവർ വന്നില്ല അല്ലെ. അവരെന്ത് ചെയ്തു, പല ചൈനീസ് കമ്പനികൾ ഇവരെ സമീപിച്ച് പറഞ്ഞ പുതിയ പുതിയ ടെക്നോളജി ഉണ്ട്, നിങ്ങൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ അവർ കേട്ടില്ല. അതിന്റെ വാശിക്കാണ് അവർ ഓപ്പോയും റിയൽമിയും ഇങ്ങനെയുള്ള വിവോയും ഒക്കെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു, നോക്കിയ മൂട്ടിലായി. അംബാസിഡർ കാറിന്റെ അവസ്ഥ അറിയാലോ അല്ലെ. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഹിറ്റായിരുന്ന വാഹനമായിരുന്നു അല്ലെ. ഇന്ന് അവര് പുതിയ പുതിയ വെർഷനും പുതിയ അപ്ഡേഷനും പുതിയ ടെക്നോളജിയും എന്ത് ചെയ്തു, ഫീൽഡിൽ ഔട്ടായി അല്ലെ. വെസ്പ, ചേതക്കിന്റെ, ബജാജിന്റെ ബൈക്ക് ആരെങ്കിലും അല്ല, ഫീൽഡിൽ ഔട്ടായി. കാരണം എന്ത്,
ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് അവർ വന്നില്ല എന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ലൈഫിലും നമ്മൾ എന്ത് ചെയ്യും, മാറിയില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. എങ്ങനെ ഔട്ടാവും? ഈ പ്രോഡക്റ്റുകളൊക്കെ വിപണിയിൽ നിന്ന് ഔട്ടായതുപോലെ നമ്മളും ഔട്ടായി പോകും. നമുക്ക് ആളുകളുടെ മുമ്പിൽ വിലയില്ലാതെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന് ഒക്കെ ഒരു അവൻ എത്രക്കേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കുറെയൊക്കെ നമ്മൾ അതങ്ങ് അംഗീകരിക്കും. ഏതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ വരുത്തണം. ഏതുപോലെ ഒരു സാധാരണ 3310 നോക്കിയുടെ മൊബൈലിൽ എന്ത് ചെയ്യാൻ കഴിയും? വിളിക്കാനും കഴിയും. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി എവിടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റും, പേയ്മെന്റ് അയക്കാൻ പറ്റും, വേറെന്തെങ്കിലും ഒരു വീഡിയോ കോളിന് പറ്റുമോ, ഒരു സൂം മീറ്റിന് പറ്റുമോ? ഇതുപോലെ നമ്മളെ കൊണ്ട് പലതും പറ്റൂല. നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ആൻഡ്രോയിഡിലേക്കോ ഒരു സ്മാർട്ട് ഫോണിലേക്കോ പുതിയ വെർഷനിൽ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം. നമ്മൾ കുറെ കൂടെ നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് മൈൻഡിനെ എന്ത് ചെയ്യാം, പഠിപ്പിക്കുക. എന്നെ കൊണ്ട്, കാരണം ഇതേ തലച്ചോറ് അംബാനിക്കുള്ളത്, ബിസുനി സാറിനുള്ളത്, വൈദ്യു സാറിന് എല്ലാവർക്കും ഇതേ തലച്ചോറ്. വേറെ പ്രത്യേകം എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് 2 GB കൂടുതൽ കയറ്റിയിട്ടുണ്ടോ? സ്പേസ് കൊണ്ട് നമുക്ക് കിട്ടിയ അവയവങ്ങളും നമുക്ക് കിട്ടിയത് ഇത് അവർ ഉപയോഗപ്പെടുത്തി. അവര് അത്യധ്വാനം ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. എങ്ങനെ? നമ്മൾ കഠിനാധ്വാനം കോറിയിൽ പണിയെടുക്കാൻ പോയത്, പിറ്റാസ് എടുത്ത് കളയ്ക്കാൻ പോയത്. അവരുടെ മൈൻഡിലെ കുറെ കൂടെ വർക്കിംഗ്. ഈ ഹാർഡ് വർക്കാണോ സ്മാർട്ട് വർക്കാണോ നല്ലത്? ഈ വലിയ മുതലാളിമാര് ഈസി റൂമിൽ, AC-ക്കകത്ത് ഈസി റൂമിൽ ഇങ്ങനെ കറങ്ങയില്ലാതെ എന്തെങ്കിലും ഇറങ്ങി പണിയുണ്ടോ? അവര് ചെവിടെടുക്കാൻ പോകണ്ട. പലരെയും കൊണ്ട് ചെവിടെടുപ്പിക്കണ്ടേ? പലരെയും കൊണ്ട് പല ജോലികളും ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കണ്ടേ? പക്ഷെ അവര് പടിപടിയായി വളർന്നു വന്നു. അവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മള് എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെങ്കിലും ഒരു ഫീൽഡിൽ ഇറങ്ങും, അല്ലെ? ഒരു കോഴ്സ് പഠിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്. അവിടെ 1-2 പ്രശ്നം ഉണ്ടാവും. അപ്പോഴെന്ത് ചെയ്യും? ഐഡന്റിറ്റി, ഈ ബിസിനസ് പറ്റും. അപ്പൊ നമ്മുടെ ആരെങ്കിലും പറയും, നിന്റെ അടുത്ത് അന്നേ ഞാൻ പറഞ്ഞു ഈ ബിസിനസ് ചെയ്യരുത്. ഇപ്പൊ കണ്ടോ നീ ഇത്, നമ്മൾ രണ്ടുപേരെടുത്ത് പറയും ഞാൻ ഇന്ന ബിസിനസ് ചെയ്തു, ഇന്ന പ്രോഡക്റ്റ് വാങ്ങി, അത് പോകുന്നില്ല, അതിന്റെ പ്രശ്നങ്ങൾ. നമ്മളിങ്ങനെ പറയുമ്പോ നമ്മുടെ കൂട്ടുകാരും കൂടെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ വീട്ടുകാരും പറയും അന്നേ ഞാൻ പറഞ്ഞു നോക്കിക്കണ്ടൊക്കെ ചെയ്യണമെന്ന്, ഇപ്പൊ നീ വെട്ടില്ലേ? വെട്ടു. ഞാൻ അവരും കൂടെ പെടുത്തും. പിന്നെ അതേ സമയം നമ്മൾ എന്ത് ചെയ്യാ, ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും, ഇപ്പൊ ഇത് നമ്മളിവിടെ ഇങ്ങോട്ട് വന്നല്ലേ ഈ ഒരു പ്രോഗ്രാമിന്, നടന്നു വന്നാലും വണ്ടിയിൽ യാത്ര ചെയ്യണവേ വണ്ടിയിൽ വന്ന് അപകടം പറ്റുമെന്ന്, അല്ലെ? എന്ന് വിചാരിച്ചൊരാണ് നടന്നു വന്നാൽ എന്ത് ചെയ്യും? ഒരു തെരുവുനായെങ്കിൽ ഓടിച്ചിട്ട് കഴിക്കും. സാധ്യതയുണ്ട്, കഴിക്കണമെന്നല്ല. അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ്, ഇത് രണ്ടുപേരെങ്കിൽ തലയിൽ തേങ്ങെങ്കിലും വീഴുമെന്ന് പറഞ്ഞ പോലെ പ്രോബ്ലം സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിനെ പേടിച്ചിട്ട് വീട്ടിൽ ഇരുന്നാലും നടക്കും, അല്ലെ? ഇതുപോലെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പഠനത്തിലിറങ്ങിയാലും ജീവിതത്തിൽ എന്തിലിറങ്ങിയാലും 100 പ്രശ്നമാണ്. ആ പ്രശ്നം ഓരോന്നോരോന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊസിഷനിൽ എത്തിയാൽ പിന്നെന്താ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ രജനീകാന്തിന്, വാഴ്ക്കയിൽ 1000 തടൈകളപ്പ, അല്ലെ? കേട്ടിട്ടുണ്ടോ? അതേ ഒരു പടിക്കല്ലായി, അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി. ഈ പ്രശ്നങ്ങള് പലർക്കും ഈ പ്രശ്നങ്ങൾ വരുമ്പോ അവരങ്ങ് ഇട്ടിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവൂല. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കിണർ ഒഴിച്ച് ഒരു 35 അടിയാകുമ്പോൾ വെള്ളം കിട്ടും. നമ്മൾ ഏകദേശം 28-30 പോയി നിൽക്കും, പിന്നെ കുടിക്കൂല. ഈ 5 അടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേറെ കുടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മൾ ഈ ഏത് വിഷയത്തിലും നമ്മൾ പ്രശ്നത്തിന് ബുദ്ധിമുട്ടിൽ നിൽക്കണം, അതിനെ വീണ്ടും സഹിച്ച് ക്ഷമിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, അവിടെ വിജയം. ഇപ്പൊ ഈ ബിസിനസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്, 100%. അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ എനിക്ക് എന്താ പറയാ അനുഗ്രഹമാണ്, അല്ലെ? ഈ തോൽവിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പാഠം പഠിക്കാൻ പറ്റും. വിജയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും?
വിജയിച്ചാ ഞാൻ വിജയിച്ചു, ഓക്കെ അതാണ്. പക്ഷെ ഒരു വിഷയത്തിൽ തോൽക്കുമ്പോ എന്ത് ചെയ്യും? ഇനി എനിക്ക് തോൽക്കരുത്, എന്തൊക്കെ പ്രോബ്ലം അവിടെയാണ്, ഇനി ഞാൻ എന്തൊക്കെ തിരുത്തപ്പെടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിജയത്തിലേക്ക്. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോഴെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അപ്ഡേഷൻസ് കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക ബിസിനസ്സിലാണെങ്കിൽ ഇതിലൊക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ കഴിയും. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്ക് അതിലേക്ക് പോവാം. രണ്ടാമത്തെ സെക്ഷൻ നമ്മള് ഹെയർ ക്ലീനിങ് മോപ്പ്. ജസ്റ്റ് നോട്ട് എഴുതുന്നെങ്കിൽ അങ്ങനെ എഴുതി പോയാല് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ക്ലീനിങ് മോപ്പുകൾ സാധാരണ ഉപയോഗിക്കുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ ഇതില് 3 പാർട്സുകളാണ് ക്ലീനിങ് മോപ്പിൽ നമുക്ക് വേണ്ടി വരിക. എത്ര എണ്ണം? മെയിൻ ആയിട്ട് ഇതിന്റെ നൂലുകൾ അല്ലെ, യാണെന്ന് പറയും. പിന്നെ ഇതിന്റെ പ്ലാസ്റ്റിക് മോൾഡ്. ഇതിന് ഓരോന്നിനും ഓരോ പേരാണ്. ഇത് ഇറ്റാലിയൻ കപ്പ് എന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ മോപ്പ് അതിന്റെ കപ്പാണ്. ഓക്കെ, അടുത്ത് മെക്സിക്കൻ മോപ്പ്. ഇത് പ്ലാസ്റ്റിക് മോൾഡ് ആണ്, അപ്പൊ അതിനുള്ള കപ്പാണ്. ഇനി വരുന്നത് ഒരുപാട്, ഒരു 10-30 വെറൈറ്റി ഉണ്ട്. എന്നാലും നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 വെറൈറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ക്ലിപ്പ് മോപ്പ്. എല്ലാം ബേസിക് ഇത് തന്നെയാണ് സിസ്റ്റം. ക്ലിപ്പ് മോപ്പിൽ തന്നെ പല പല ഡിസൈൻ, ചിലപ്പോൾ ഡബിൾ ക്ലിപ്പ് ഉണ്ട്, സിംഗിൾ ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഇതില് കുറച്ചുകൂടെ ഡിസൈനുകൾ മാറി വരും. സംഭവം ഒക്കെ സെയിം സിസ്റ്റം തന്നെയാണ്. ഇത് ക്ലിപ്പ് മോപ്പ് എന്ന് പറയും. 6 ഇഞ്ച് ക്ലിപ്പ് മോപ്പ്. ഇതില് വെർജിൻ ഉണ്ട്. വെർജിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാനുവൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് വെർജിൻ. ഇനി ഇതിന്റെ റീസൈക്കിൾ ചെയ്തിട്ട് അടിച്ചു വരുന്നതാണ് സെക്കൻഡ് ക്വാളിറ്റി. നമ്മുടെ ആക്രിയൊക്കെ പറക്കോട്ടോണ്ടേ സെക്കൻഡ് അതിനെ ഒന്നുകൂടെ റീസൈക്കിൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇതുപോലത്തെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്. ഇതൊരു 3 രൂപ 4 രൂപയുടെ റേറ്റ് വ്യത്യാസമുള്ള കുറവുണ്ടാവും. ഫസ്റ്റ് ക്വാളിറ്റി ഈ വെർജിൻ ആണ്. ഇത് 6 ഇഞ്ചാണ്. ഇനി 9 ഇഞ്ചിന്റെ സംഭവമാണ്. 9 ഇഞ്ച്, ഇത് 9 ഇഞ്ചിന്റെ ഈ കാണുന്ന ക്ലിപ്പ് 9 ഇഞ്ച്. അപ്പൊ ഈ മോപ്പില് പ്രധാനമായിട്ടും 9 ഇഞ്ചിന്റെ ഇതാണ്. 9 ഇഞ്ച് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ്, 6 ഇഞ്ച് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ്, ഇറ്റാലിയൻ മോപ്പ്. അപ്പൊ ഈ മോപ്പുകൾക്ക് നൂല് വേണം അല്ലെ. നൂല് പല അളവിലാണ്, പല ഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 200 ഗ്രാമിന്റെ മോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് 200 ഗ്രാമാണ്. ഇത് ഇറ്റാലിയൻ മോപ്പാണ്. ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടെ വെറൈറ്റി മാറി മെക്സിക്കൻ മോപ്പ് പറഞ്ഞില്ലേ, ഇതിലൊരു 250 ഗ്രാം എന്ത് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതായത് ഈ നൂലിന്റെ വെയിറ്റ് ആണ്, നൂലാണ്. അല്ലല്ല, ഈ ക്ലിപ്പിന്റെതും ഹാൻഡിലിന്റെതും അല്ല, ഉടൻ സ്റ്റിക്കിന്റെതും അല്ല. ഈ നൂലുകൾക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് 200-250 ഗ്രാം. പിന്നെ അടുത്തത് ഒരു 300 ഗ്രാമിന്റെ, ഈ 6 ഇഞ്ചിലൊക്കെ 300 ഗ്രാമും 400 ഗ്രാമും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ 9 ഇഞ്ചില് 400-500 സെറ്റ് ചെയ്യാം. 400 ഗ്രാമിന്റെ 500 ഗ്രാമിന്റെ. എന്നാൽ ഇവിടെ കോമൺ ആയിട്ട് നല്ല രീതിയിൽ മൂവ് ആവുന്നത്, നമുക്ക് റീസണബിൾ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് 300 ഗ്രാം 400 ഗ്രാം. 500 ആകുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആവും, റേറ്റ് കൂടും.
പിന്നെ ഇതൊക്കെയാണ് അതിലുള്ള പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഈ 9 ഇഞ്ചിന്റെ എടുക്കണം. 9 ഇഞ്ച് മോഫ് നമുക്ക് സാധാരണ ഇതുപോലെ നൂല് റോളുകളായിട്ടാണ് സാധാരണ വരുന്നത്. അത് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തരും. ഇതുപോലെ കട്ട് ചെയ്ത് തരും സാധാരണ ഈ മോപ്പിന് സെറ്റ് ചെയ്യാൻ. ഇനി 9 ഇഞ്ച് 6 ഇഞ്ചിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൂടെ തരും. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പവർ മെഷീനും കുറെ ടൈമും ഒക്കെ നമുക്ക് വേണ്ടി വരും. അതേസമയം നമ്മൾ എന്ത് ചെയ്യാം, കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയാൽ കുറെ എളുപ്പമുണ്ട് അല്ലെ? അപ്പൊ ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം. വലിയ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് 2 രൂപ 50 പൈസ 3 രൂപയാവും. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമും ഇതിന്റെ ഈ തുണിയും നമ്മളൊരു സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആരെ ഇരുത്തണം? നമ്മൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഓക്കെ, ഒരു സ്റ്റാഫിനെ ഇരുത്തണം. അവരുടെ ശമ്പളവും എല്ലാം കൂടെ കൂട്ടുമ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങി തുടങ്ങി കുറെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു 5-10 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ എന്താ, റോളായിട്ട് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം. അപ്പൊ ഇത് ഒരു 50 നൂല് വരുമോ? ഇത്രയും എണ്ണിയാൽ 50 വരുമോ? ഓക്കെ, വരും, ഏകദേശം വരും. അപ്പൊ 50 റോള് നമ്മൾ വാങ്ങണം. 50 റോള് വാങ്ങിയിട്ട് ഒന്നിച്ച് എന്ത് ചെയ്യാം, വലിച്ചിട്ട് അങ്ങനെ കട്ടി ആ രീതിയിൽ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഒരു റോളിനെ തന്നെ എന്ത് ചെയ്യാം, സ്ക്വയർ രീതിയിൽ ഒരു ഇതിലേക്ക് നമ്മൾ ചിറ്റാം. അപ്പോഴെന്ത് ചെയ്യും, ഇതിനെ 4 ആക്കിയിട്ട് കറക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതായത് ഒരു നമ്മളതിൽ ഇത്ര നീളം മനസ്സിലാവണ്ട. അതായത് ഇത്ര നീളം 2 അടി 2 അടി 2 അടി ഉള്ള എന്ത് ചെയ്യണം, സ്ക്വയർ ആയിട്ട് ഒരു അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മളെ ബെയറിംഗ് ഇല്ലേ കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ ചുറ്റി കറക്കണം. അപ്പൊ കറങ്ങി വരുമ്പോ എന്ത് ചെയ്യണം, കുറേ നൂല് ഇങ്ങനെ കട്ടായി അല്ലേ. അപ്പൊ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പൊ 4 ആയിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യണം, അപ്പൊ 4 സെറ്റിന് ഇതായി ഈ രീതിയിൽ ചെയ്യാം. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ കട്ടിങ്, പക്ഷെ കട്ടിങ് ചെയ്തിട്ടും കമ്പനി ഇതേ റേറ്റിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. കട്ടിങ് ചാർജ് വലിയ രീതിയിലാണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനറി ഉപയോഗിക്കുമ്പോ ഇതൊക്കെ ചെറിയ 2 രൂപ 3 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം 75 രൂപ എന്നത് നമുക്ക് കട്ട് ചെയ്യാതെ എടുക്കുമ്പോ 73 രൂപ, ഒരു കിലോയിൽ 3 രൂപയുടെ വ്യത്യാസം കിലോയിൽ അല്ലെ. അപ്പൊ 5 ഇപ്പം 300 ഗ്രാം 200 ഗ്രാം ഒക്കെ ചെയ്യുമ്പോ അത് 25-30 പൈസയുണ്ട്. നമ്മൾ എടുത്ത് ചെയ്യുമ്പോഴുള്ള ഡിഫറൻറ്റ്. പക്ഷെ നമ്മുടെ ടൈമിങ് പെട്ടെന്ന് നമുക്ക് കുറെ മോപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ പണിക്കൂലിയും കൂടെ നോക്കുമ്പോ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ കർണാടക ആന്ധ്രയൊക്കെ പണിക്കൂലി എത്രയാണ് ശമ്പളം? 300 രൂപ. ഇവിടെ ആണെങ്കിലോ 800-1000 രൂപ അല്ലെ. നമ്മളൊരാളെ വെച്ചിട്ട് കറക്റ്റ് എങ്ങനെയാണ് സാധാ ക്ലിപ്പും അതിന്റെ ഇതാണ് ആ സംഭവം. നമ്മള് നൂല് എന്ത് ചെയ്യണം, ഇതുപോലെ എടുത്തതിന് ശേഷം നിങ്ങള് ക്ലീനിങ് മോപ്പ് ചെയ്യുന്ന മെഷീനൊക്കെ കണ്ടിട്ടുണ്ടോ? പഞ്ചിങ് മെഷീൻ എത്ര രൂപ വരും? അതിന്റെ മെഷീന് പഞ്ചിങ് മെഷീനെ എത്ര രൂപ വരുമെന്ന് ചോദിക്കാം. 5000. പക്ഷെ ആ മെഷീൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം. മെഷീന് വേറൊന്നുമില്ല, സംഭവം ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇതിനെ ലോക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് കൈവച്ച് തള്ളിയാൽ തന്നെ അത്യാവശ്യം പ്രസ്സാവും. ഇനി ഇതിന്റെ പുറത്തൊരു ഹാമർ വെച്ചിട്ട് ചുറ്റികൽ വെച്ച് തട്ടിയാൽ കയറുമോ? കയറും. ആ മെഷീന്റെ ആവശ്യം അത് കുറെ കമ്പനികൾ എന്ത് ചെയ്യണ്ട, ഈ മെഷീൻ വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് എന്ത് ചെയ്യാം, മെഷീൻ എടുപ്പിക്കാം. മെഷീന്റെ ഏകദേശം 5000 രൂപ വരെ. ഈ സാധനത്തിന് 4 രൂപ 50 പൈസ എഴുതും. ഇത്ര ജീവനുള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ ചെറിയ തിക്കുള്ള.
അതിനകത്ത് നമ്മൾ ഈ നൂല് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ റബ്ബർ ഹാമർ ഉണ്ടല്ലോ, റബ്ബർ വെച്ചിട്ട് ഇതില് അല്ലെങ്കിൽ സാധാ ഹാമറിന് നമ്മൾ എന്ത് ചെയ്യാം, റബ്ബറിന്റെ പീസ് വെച്ച് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സാധാ ഹാമർ വെച്ച് തട്ടി, അല്ലെങ്കിൽ വുഡിന്റെ ഹാമർ ചുറ്റിക്കലില്ല, അത് വെച്ച് തട്ടിയാൽ തന്നെ ഇതങ്ങ് കയറി പോകും. മെഷീന്റെ ആവശ്യമേ ഇല്ല. ഇനി എടുക്കാൻ കഴിയില്ല, കയറ്റി അതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിയേ പോയി. അതാണ് അതിന്റെ ലോക്കിംഗ് സിസ്റ്റം. ഓക്കെ, ഇത് ഒറ്റ ലോക്കൊക്കെ വീണാലും കുഴപ്പമില്ല. 4 ലോക്കുണ്ട്, ഒരു 3-4 വീണാലും തിരിയാൻ വേറൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ നൂല് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹാമർ വെച്ചിട്ടായിരിക്കും അതിങ്ങനെ ലോക്കകത്തോട്ട് വീഴും. ഓക്കെ, എത്രയേ ഉള്ളൂ. അതൊക്കെ സെറ്റ് ചെയ്യും. ഇതിന് നമുക്ക് കിട്ടും. ഇതിന്റെ കട്ടിയുണ്ട്, റബ്ബർ ബാൻഡ് ഇട്ടൊക്കെയാണ്. അതിന്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിന്റെ എൻഡില് റബ്ബർ ബാൻഡ് ഇട്ട്, അതായത് നമുക്ക് കമ്പനിയിൽ നിന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കട്ട് ചെയ്ത് ഇതിനിങ്ങനെ കിട്ടും. 200-250 ഈ സെന്ററിലാക്കിയാണ്. അപ്പോഴേ കറക്റ്റ് ഇങ്ങനെ എന്താവും, എല്ലാം ഫിറ്റ് ചെയ്താണ്ട് ഇതിന് അങ്ങനെ വന്നെയാണ്. നമ്മളിത് റബ്ബർ ബാൻഡ് അഴിച്ചപ്പോ എന്തായി, പിരിന്ന് കിടക്കുന്നുണ്ട. ഇത് പിരിന്ന് പോവാതിരിക്കാനാണ് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്തത്. ഇത് വന്നിട്ട് എഴുതിയില്ലേ ഫസ്റ്റ്, ഇറ്റാലിയൻ കപ്പ് മോപ്പ്, മെക്സിക്കൻ മോപ്പ്, അടുത്ത് 6 ഇഞ്ച് ക്ലിപ്പ് മോപ്പ് 9, 6 ഇഞ്ചിന്റെ വെർജിനും ഉണ്ട്, ഇനി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് മനസ്സിലാക്കലാണ്. എന്നാലും ജസ്റ്റ് ഇവിടെ വേറെ പാർട്സ് സെറ്റ് ചെയ്തോ. ഇത് കണ്ട ഫസ്റ്റ് നല്ല നല്ല ഫിനിഷിംഗ് ഉള്ള സാധനമാണ്. കണ്ട ഫസ്റ്റ് ക്വാളിറ്റി. അതെ, ഇരിക്കുന്നു സെക്കൻഡ്. ഇതിന്റെ ഇവിടെ പൊട്ടിപ്പോയത് അത് ഫസ്റ്റാണ്. അതാണ് ഉണ്ട്. നമ്മള് പഠിക്കണം. നമ്മള് ബിസിനസ്സിലേക്ക് വരുമ്പോഴേ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ഒക്കെ ആണ്. ഇത് വ്യത്യാസമുണ്ട്. ഇത് ഫിനിഷിംഗ് ഉണ്ട്. ഇത് ഒരുമാതിരി, അതായത് പല കളറിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്ലാസ്റ്റിക്കില് എന്താ പറയാ, റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്, ഇതെല്ലാം കൊണ്ടുപോയിട്ട് പൊടിക്കും. പൊടിക്കുമ്പോ ഏതോ ഒരു കളർ കിട്ടും. അതിനെ പിന്നെ എന്ത് ചെയ്യും, ഒരേ കളറോട് ആഡ് ചെയ്തിട്ട് ഈ കളറിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ബ്ലാക്കിലേക്ക് ആക്കുക. പല പല രീതിയിൽ കളർ ആവും. മറ്റേതാകുമ്പോ ഫ്രഷ് പീസില് പ്യൂർ ആയിട്ടുള്ള കളർ ഇടുമ്പോഴാണ് ഈ ഒരു കളർ വരുന്നത്. അതിന്റെ കാണുമ്പോ അതിന്റെ ഫ്രഷ് എവിടെ യൂസ് ആയിട്ട് കിടക്കുന്നുണ്ടോ, അത് ഇവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് കട്ടി ചിലതിൽ ഇവിടെ കട്ടി കൂടുതൽ, നൂലധികം അവിടെ കയറിക്കണം. അപ്പൊ നൂലധികമായിട്ടുള്ള സൈഡ് എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് ആക്കണം. ഓക്കെ, എന്നിട്ട് അനുയായികളുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, കാട്ടിലേക്ക് പോകും. ഒരു പ്രാവശ്യം പോയപ്പോ എന്ത് ചെയ്തില്ല, ഒരു കരടി കിട്ടിയില്ല. അപ്പൊ ഈ അനുയായികൾക്ക് കുറെ തെരഞ്ഞിട്ട് ഒന്നിനെയും വെടിവെക്കാൻ കിട്ടാതെ വന്നപ്പോൾ നിരാശപ്പെട്ടിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു അനുയായികളെല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഒരു കരടിക്കുട്ടി എന്ത് ചെയ്യാൻ പിടിച്ചുകൊണ്ട് സാറം വെടിവെക്കണം. ഇങ്ങനെ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരു കരടിക്കുട്ടി എവിടെന്നോ ഒപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു മരത്തിന്റെ മുട്ടി കൊണ്ടുവന്ന് പ്രസിഡന്റിനെ വിളിച്ച് കാണിച്ചു, സാറിനെ ആ ഒരു നിരാശ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെടിവെക്കണം. പ്രസിഡന്റ് എന്ത് ചെയ്തില്ല, വെടിവെച്ചില്ല. ആ ഒരു രംഗം എന്ത് ചെയ്തു, അമേരിക്കൻ പത്രങ്ങളിൽ എന്ത് വന്നു. അമേരിക്കൻ പത്രങ്ങളിൽ എന്ത് ചെയ്തു, പ്രസിഡന്റ് റൂസ്വെൽറ്റ് എന്ത് ചെയ്തില്ല, ഈ കരടിക്കുട്ടിയെ വെടിവെച്ചില്ല. അപ്പൊ ഈ വെക്കാത്ത ഒരു സംഭവത്തിന് എന്ത് ചെയ്തു, വെടിവെച്ചില്ല. അത് ന്യൂസിൽ വന്നു. അതിനെ കാർട്ടൂണായിട്ട് എന്ത് ചെയ്തു, ഒരു ചിത്രകാരൻ അതിനെ വരച്ചു. ഫസ്റ്റ് ഇതിനെ വരച്ചു. അപ്പൊ അമേരിക്കയിൽ വലിയൊരു എന്താ പറയാ വൈറലായി ഈ ഒരു വിഷയം. അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്തില്ല, ഒരു കരടിക്കുട്ടിയെ വെടിവെക്കാൻ കൊണ്ട് മുമ്പിൽ വെച്ചിട്ട്, അതിന് കാരണം കെട്ടിയിട്ട കരടിയാണ്. അപ്പൊ ആ കെട്ടിയിട്ട കരടി വെടിവെക്കാന്ന് വെച്ചാൽ എന്താ അല്ലെ, മറ്റേതിന് അല്ല ഒട്ടിച്ചിട്ട് വേട്ടയാടുന്നത് ഈ കെട്ടിയിട്ടതിനെ വെടിവെക്കുന്ന രണ്ടല്ലേ. അപ്പൊ അതിന് വെറുതെ വിട്ടു. അപ്പൊ ഇത് വൈറലായി, ചിത്രങ്ങളും ഇങ്ങനെ വന്നു. ഫ്യൂച്ചറിൽ എന്തായി, ആളുകള് ഈ ടെഡീസ്
എന്ത് പേര് എന്ത് മൂപ്പർക്ക് കിട്ടും, ടെഡീസ്. അപ്പം ഇത് പിന്നെ ആളുകൾ ഇതിനെ എൻക്വയറി ചെയ്തു. എങ്ങനെ ടെഡിബിയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടോയ് ഉണ്ടാക്കാൻ തുടങ്ങി, പിന്നെ ടെഡിബിയർ ആക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ടെഡിബിയർ എന്ന് പറയുന്ന ടെഡീസ് ബിയർ എന്ന് പറയുന്ന പേരുണ്ടായത്. ആളുകളിലേക്ക് ഇത്രയും ഒരുപാട്, കാരണം ഇത് ടെഡിബിയർ ഇത് മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെ, ബെൻഡൻ, ബാർബി, മിക്കി മൗസ്, ചോട്ടാബി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ സാധാരണ നമുക്ക് ഈ ആനിമൽസുകൾ, കരടി, അതുപോലെ തന്നെ പെൻഗിൻ, പിന്നെ ഒരുപാട് ആനിമൽസുകളുണ്ട്. നമ്മുടെ ടൈഗർ, ലയൺ, മണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ക്ലോത്ത്. അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ്സിൽ ടെഡിബിയർ എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാം എന്ന ക്ലാസ്സിൽ നമ്മൾ ടെഡിബിയറിനെ സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ കട്ട് ചെയ്യണം, ഇതിന്റെ പാർട്സ് ഏതാണ്, ഇത് ഫെറും ഫെൽറ്റും ആണ്. ഫെർ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഫെർ എന്ന് പറയും, ഇത് ഫെൽറ്റ്. ഓക്കെ, ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. വേറെ എന്താ പഠിപ്പിക്കുന്നത്? ഫില്ല് ചെയ്യുക, വിൽക്കുക, ഇത് രണ്ടേ പഠിപ്പിക്കുന്നത്. ബാക്കി പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്ത്, അത് നിങ്ങൾ തന്നെ പറയും. റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഇനി റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതിനേക്കാൾ വാങ്ങി സ്റ്റിച്ച് ചെയ്യണതല്ലേ നല്ലത്? അഭിപ്രായം ഉണ്ടോ? എന്ത്, മിഷൻ വേണം, ഇനി സമയം വേണം. ഇനി അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഫിനിഷിങ് കിട്ടില്ല. ഇതിന്റെ റോ മെറ്റീരിയൽ കിട്ടിയാൽ തന്നെ എത്ര വിലക്ക് കിട്ടും? എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ നമുക്ക് നഷ്ടമാണ്. റോ മെറ്റീരിയൽ വാങ്ങുമ്പോ നമ്മുടെ ഈ സ്കിന്ന് കിട്ടുന്നേക്കാളും ഫിനിഷിംഗ് പ്രോഡക്റ്റ് കിട്ടുന്നേക്കാളും വില ഏതിനാവും? സെപ്പറേറ്റ് വാങ്ങുന്നതിനാവും. അപ്പം നമുക്ക് ഈ സ്കിന്ന് സെപ്പറേറ്റ് ഇങ്ങനെ കിട്ടും. ഇത് എന്ത് ചെയ്യാം, നമുക്ക് നിറയ്ക്കാം. ഇങ്ങനെ നിറച്ചിട്ട് നമുക്ക് ഓരോരോ മോഡൽ, വ്യത്യസ്തമായിട്ടുള്ള മോഡൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിറച്ച് പല ഡിസൈനിൽ ചെയ്യാം. കുറച്ച് മോഡൽ ഫസ്റ്റ് ഇതൊക്കെ നിറച്ചിട്ടുള്ള, ഫില്ല് ചെയ്തിട്ടുള്ള മോഡലാണ്. അതെ, ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? റിസ്ക് അല്ലെ? ആണോ? നമുക്കൊരു ചുരിദാർ തയ്ക്കാനുള്ള കഷ്ടമാക്കിയല്ലോ. ഷർട്ട് തയ്ച്ചാൽ നമുക്ക് വിറ്റാക്കാം. പിന്നല്ലേ ഇങ്ങനത്തെ ഒരു മുഖം തയ്ക്കും, ഇല്ലേ? ഇത് നല്ല, ഇത് ഇങ്ങനത്തെ നമ്മൾ റെഡിമെയ്ഡ് സാധനം ഇഷ്ടംപോലെ റെഡിമെയ്ഡ് വരും. പക്ഷെ ഇതിന്റെ വില എവിടെയാണെന്നറിയാം, ഇതിന് ഒറിജിനാലിറ്റി കുറവാണ് അല്ലേ? ഇതിന്റെ പുലിയുടെ ഷേപ്പൊക്കെ കുറച്ച് വ്യത്യാസമാണ്. നല്ല ഒറിജിനാലിറ്റി. അതേസമയം ഈ സാധനമൊക്കെ നമുക്ക് തയ്ച്ചിട്ടുണ്ടാകാം, ഈസിയാണ്. ശരി, ഇനി ഇതിന്റെ ഉള്ളില് ഇവിടെ ഒരു വെളുത്ത തുണി വെക്കും. എന്നിട്ട് അതിന്റെ മേലെ നമ്മുടെ പിള്ളേരുടെ പ്രിന്റ് മെഷീൻ, നമ്മുടെ ഫോട്ടോ നമ്മളെ ഇവിടെ നിന്നാൽ ഈ മെസ്സിന്റെ പടവും നമ്മുടെ പിള്ളമാരെ ഫോട്ടോ വെച്ചിട്ട് പിള്ളേർ കളിയ സമയത്തോടെ അടിക്കുന്നുണ്ട്. അത് പെരിനൂറി വരും. അങ്ങനെ ഇട്ട പെരിയാൽ വിളിച്ചിട്ട് വെളുത്ത പെരിയാലാണ് നല്ല സന്തോഷം. ദേശം പോളിച്ചുണ്ടെങ്കിൽ നല്ല പ്രിന്റ് കിട്ടും. അങ്ങനെ അടിയില്ല 200 രൂപയ്ക്ക് ഇത്രയും വലിയ പ്രിന്റ് കിട്ടും. 50 രൂപ 10 രൂപ പ്രിന്റ് കിട്ടും. അപ്പൊ ഇത് ഇതിനെ മേലെ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ ഫോട്ടോ വെച്ച് അടിച്ചു കൊടുത്താൽ ഗിഫ്റ്റിന് കൊടുക്കുമ്പോ അതിന് എത്ര വിലയായി? നല്ല വിലയായി. ഈ സാധനം നിങ്ങൾക്ക് അടുത്ത് കിട്ടും. ഈ സാധനം കിട്ടും കടയിൽ. ഈ സോഫ ഉണ്ടാക്കുന്ന സാധനം വെക്കുന്ന മെറ്റീരിയൽ, വണ്ടിയുടെ സീറ്റ് കവർ വെക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം റോഡ് കിട്ടും. പക്ഷെ അവിടെ നമുക്ക് ഈ വ്യത്യസ്തമായ റോഡ് വാങ്ങാൻ കഴിയുമോ? ഇതിനു വേണ്ടി മാത്രം കഷ്ണം വാങ്ങാൻ കഴിയുമോ? 56 ഇഞ്ച് വീതിയാണ് കിട്ടുക. അത് വാങ്ങുമ്പോൾ മീറ്റർ തേച്ച് പൈസ കൊടുക്കണം. ദോശല്ലേ, നഷ്ടവും. ഇതിന്റെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ ഷർട്ട് തയ്ക്കുന്നത് കൊണ്ടാ? ഷർട്ടിന് തുണി തയ്ക്കാൻ പറ്റുന്ന മേടിച്ചോണ്ടിരുന്നോണ്ടാ? ബാക്കി പീസിന്റെ പൈസ ഒന്നും നമ്മളാണോ നടക്കുന്നത്? അല്ല, അത് നമുക്ക് തയ്യൽ കിട്ടും. ഓക്കെ, നഷ്ടം തുണി ആയിക്കാണ്ടാവുന്നത് മേടിച്ചോണ്ടിരുന്ന 2 മീറ്റർ മേടിച്ചോണ്ടിരുന്നാണ് കഷ്ടം പോകും. നമ്മളൊന്ന് തുണി മേടിച്ച് തയ്ക്കുമ്പോൾ അതിന്റെ വേസ്റ്റേജ് നമുക്ക് നഷ്ടമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പൊ ഇതുപോലത്തെ സാധനം, ഈ സാധനം തയ്ച്ചുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ തയ്ച്ചുണ്ടാക്കുന്ന ഒരു ദിവസം പണിയുടെ പൈസ ഇത് വിറ്റാൻ കിട്ടുമോ? കിട്ടുമോ? അങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെല്ലാം അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാതെ ചെറിയ സാധനം നമ്മള്
പർച്ചേസ് ചെയ്യാം, ബാക്കി പണി നമുക്ക് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ലാഭകരമായി നോക്കാം. അസംബ്ലി കമ്പ്യൂട്ടറിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല. കമ്പ്യൂട്ടർ എത്ര മേടിക്കണം ഇല്ലേ? എന്താ അവർ ചെയ്യുന്നത്? മദർ ബോർഡ് വാങ്ങും, ഹാർഡ് ഡിസ്ക് വാങ്ങും, റാം വാങ്ങും, ക്യാബിനറ്റ് വാങ്ങും, SMPS വാങ്ങും, പ്രൊസസർ വാങ്ങും, എല്ലാം വാങ്ങിയിട്ട് അവരെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് അസംബിൾ ചെയ്തിട്ട് സാർക്ക് 32,000 30,000 തിരിഞ്ഞാൽ അല്ലാണ്ട് മോഡലിനനുസരിച്ച് മാറും. കളറുകൾ ഒരേ മോഡലിൽ തന്നെ ഒരു 5-6 കളർ വരും. ഈ ഒരു മോഡൽ എടുത്താൽ ഇതിനൊരു 6 കളർ ഉണ്ടാവും. അതിനൊരു കളർ ചേഞ്ച് ആണ് പിങ്ക്, യെല്ലോ, റെഡ്, ബ്ലൂ. ഇങ്ങനെ ഇതിന്റെ കളറും കിട്ടും, മോഡലും വ്യത്യാസമാണ്. പിന്നെ ഇതുപോലത്തെ ആനിമൽസിൽ കുറെ വെറൈറ്റി കിട്ടും. അതൊക്കെ കുറഞ്ഞ സാധനത്തിനും കിട്ടും. ഇത് 60 രൂപയാണ്. ഇത് മേക്ക് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ. അപ്പൊ ഇത് എല്ലാം 60 രൂപ. അതേസമയം ഇതുപോലത്തെ കുറച്ചുകൂടെ വെറൈറ്റി ഉള്ളത് കഴിക്കുന്നത് ഇത് സ്കിന്ന് വേറെയാണ്. എന്താ അറിയാം. പ്രത്യേകിച്ച് ഈ ബെൻഡൻ, ബാർബി, മിക്കി മൗസ്, ജോർഡാൻ, സ്പൈഡർമാൻ, ശക്തിമാൻ ഇതൊക്കെ ഏകദേശം ഇത് മാത്രം 140 രൂപ സ്കിന്ന്. ഇതിന് ഏകദേശം ഒരു 20-25 കിടക്കാണ്. അപ്പൊ 160-170 രൂപ വരും. കൊറിയർ ചാർജ് നമ്മുടെ പ്രോഡക്റ്റിന് ഏകദേശം ഇപ്പൊ സ്കിന്ന് മാത്രമാണ് അയക്കുന്നെങ്കിൽ ഒരു 40,000-50,000 രൂപ സാധനം ഒറ്റ ബണ്ടിൽ അയക്കുന്നത്. സ്കിന്ന് മാത്രമാണ് ഏകദേശം ഇത്രയും ബണ്ടിലേ വരും. കാരണം ഇതിങ്ങനെ അട്ടിയായിട്ടിരിക്കുമ്പോ ഒന്നും എന്തില്ല, കുറഞ്ഞ സ്പേസ് മതി. അതേസമയം പഞ്ഞിയാണ് ഇതിന്റെ 90% വരുന്നത്. എന്താണ് ഈ ഫൈബർ റെക്ടറാണ്. 10% സ്കിന്നിന് പ്രസക്തി ഉണ്ട്. അപ്പൊ ഇത്രയും സാധനം നമുക്ക് പഞ്ഞി തന്നെ വേണം ഇതിന് നിറയ്ക്കാൻ. അതേസമയം നമുക്ക് കുറഞ്ഞ ഇതുപോലത്തെ സംഭവം കിട്ടും, കോട്ടൺ വേസ്റ്റ്. നിങ്ങൾക്ക് ഇത് വിലക്കുറവെന്ന് തോന്നിയില്ലേ? ഈ ആമയൊക്കെ 60 രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അല്ലെ, വിലക്കുറവില്ലേ? ഇത് ഇതൊക്കെ 60-ന് കിട്ടുമെങ്കിൽ എന്തോ ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം വേറൊന്നുമല്ല. ഇതിന്റെ ഉള്ളില് ഈ ടെക്സ്റ്റൈൽ വേസ്റ്റ്, കോട്ടൺ വേസ്റ്റ് ഇതൊക്കെ കണ്ടോ? ഇതാണ് നിറച്ചിട്ടുള്ളത് കുറഞ്ഞ. ഓക്കെ. അതേസമയം ഇതില് ക്വാളിറ്റി ഉള്ള സിപ്പുള്ള നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സാധനത്തിലെല്ലാം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ്. ഇത് നിറക്കുമ്പോ റേറ്റ് എന്താവും? മാറും. കൊറിയർ ചാർജ് പാർസൽ അയക്കുന്നതിന്റെ ചാർജ് ഒന്ന് പറഞ്ഞു കൊടുത്താല്. പാർസൽ ഏകദേശം 400 റുപ്പീസ് ആണ്. 400 രൂപ മുതല് ഇപ്പം കുറച്ചുകൂടെ കൂടുതൽ 500-600 രൂപ വരെ. നോർമലി നമുക്ക് 240 രൂപ മുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഓൾ കേരള APS അല്ലെങ്കിൽ KRS ആയിരിക്കും. മിനിമം അത്യാവശ്യം ഒരു 10,000 രൂപയുടെ സാധനം ഒരു 400 രൂപ വരും. പിന്നെ അതിൽ കൂടെ കുറച്ച് 550-600 വരും. അതുകൊണ്ട് ഏകദേശം ഒരു 240 2 രൂപ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 63 അത് സെപ്പറേറ്റ് വരുന്നില്ല. അത് നമുക്ക് നിറച്ച് വരുന്നതിൽ പിന്നെ വേണ്ട. ഇനി ഇതുപോലത്തെ സ്കിന്നിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു 10,000 രൂപയുടെ സാധനത്തിന് 7,000 രൂപയുടെ സ്കിന്ന് 3,000-ന്റെ കോട്ടൺ അതാണ് വരുന്നത്. ആ രീതിയിലാണ് ആയിരുന്നത്. അതെ അതെ. അതായത് ഈ ഫില്ല് ചെയ്ത് വരുന്നത് അതിന് വില കുറവാണല്ലേ? ഇതിനകത്ത് ഈ വേസ്റ്റ് കോട്ടൺ ആയതുകൊണ്ടാണ് വിലക്കുറവ് അല്ലെ? അതേസമയം നല്ല പഞ്ഞി ഇത് സെക്കൻഡാണ്. ഇനി ഇതിനെക്കാളും കൂടിയ ക്വാളിറ്റി ഉണ്ട്. പഞ്ഞി നിങ്ങളുടെ നാട്ടിൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ എടുക്കും. ബെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബെഡ് അല്ലെ, കമ്പനി പോയാല് ചിലര് സ്വന്തമായിട്ട് ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മൾ അന്വേഷിച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ എന്ത് കിട്ടും? പഞ്ഞി കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുക. ഈ സ്കിന്ന് മാത്രം നമ്മൾ അയച്ചു തരാം. അതല്ലേ നല്ലത്. അപ്പൊ ട്രാൻസ്പോർട്ടിങ് ചാർജ് വളരെ കുറവായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് ബിസിനസ് കൂടി വരുന്നുണ്ടോ കുറയുണ്ടോ? അതെ. അതായത് ഇപ്പോഴ് ഷോപ്പില് ബിസിനസ്സുകൾ വളരെ കുറവാണ്. എന്നിട്ട് ഓരോ ദിവസം കുറഞ്ഞു വരുന്നുണ്ട്. യഥാർത്ഥത്തില് ബിസിനസ് കുറഞ്ഞ് വരുമ്പോഴും ഇവിടെ കച്ചവടം നടക്കുന്നുണ്ടോ? കച്ചവടം നടക്കുന്നുണ്ട് അല്ലെ? എങ്ങനെ നടക്കുന്നുണ്ട്?
ഓൺലൈനിൽ നടക്കുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മാത്രമാണ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഓൺലൈനിൽ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ട്രെയിനിങ് എങ്ങനെ നടന്നതാണ്? നിങ്ങളിവിടെ വന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് എന്തെങ്കിലും അയച്ച് വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് വന്നതാണ്? ഇല്ല, ഇതൊരു ഓൺലൈൻ തന്നെയാണ്. ഓൺലൈൻ മീൻസ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഓഫ്ലൈനിലാണ്, ഓൺലൈനായിട്ട് ഡയറക്റ്റ് വന്നിരുന്നിട്ട്. ഇതും ഇനി എങ്ങനെ നടത്തും? സൂമിൽ നടത്തും അല്ലെ? അല്ലെ, ഈ ഒരു പ്രോഗ്രാം സൂമിൽ നടത്തിയാൽ മതിയായിരുന്നു അല്ലെ? പക്ഷെ ഡയറക്റ്റ് വന്ന് നമ്മൾ നടത്തുന്നതിന് കുറച്ചുകൂടെ ഒരു ആധികാരികതയുണ്ട് അല്ലെ? കുറച്ചുകൂടെ വരുന്നത്. പക്ഷെ ഇന്ന് സൂമിൽ നടത്തിയാൽ മതി. ആവശ്യമുള്ളവരെന്ത് ചെയ്യും? ബാക്കി കാര്യങ്ങൾ എന്താവും? മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ബിസിനസ് യഥാർത്ഥത്തിൽ കടകളിൽ കുറഞ്ഞിട്ട് അല്ലെ? കടകളിൽ കുറയാനുള്ള കാരണം എന്താണ്? ഓൺലൈനിൽ കൂടെ ആകാനുള്ള കാരണം എന്തായിരുന്നു? കൊറോണ വന്നത്. അതെ. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ചേഞ്ച് വന്നു. കൊറോണ വന്നപ്പോ കടകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നു അല്ലെ? അപ്പൊ കടകൾ അടച്ചിട്ടപ്പോൾ കച്ചവടം വേറെ മേഖലയ്ക്ക് കൊടുത്തു. ഓൺലൈൻ മേഖല ഗവൺമെന്റ് ഫുൾ ഓപ്പൺ ആക്കി കൊടുത്തു അല്ലെ? സ്കൂളുകൾ അടച്ചിട്ടപ്പോ എന്ത് ചെയ്തു ഗവൺമെന്റ്? ഓൺലൈനിലേക്ക് കൊടുത്തു അല്ലെ? അപ്പൊ സ്കൂളുകളില്ലെങ്കിൽ എന്ത് നടക്കും? ഇവിടെ പഠനം നടക്കും അല്ലെ? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കും അല്ലെ? $160, $180, $200. 200 ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. ചില സ്ഥലത്ത് 160 കിട്ടും, 180 കിട്ടും. ആ ഒരു റേഞ്ചിലാണ് സെക്കൻഡ് ക്വാളിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മള് എന്താ ഇനി ചിലര് ഇതിനകത്ത് കോട്ടൺ ഈ ടൈലറിംഗ് വേസ്റ്റ് ഉണ്ടല്ലോ, തുണിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് കയറ്റാൻ പറ്റുമോ? പറ്റും. ചില ആനിമൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറ്റാം. പക്ഷെ ജീൻസിന്റെ പീസ് അല്ല, ചെറിയ ഷർട്ട് പീസ്, കട്ട് പീസ്, ഇതൊക്കെ തന്നെ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും. ഇവിടെ കിട്ടാത്ത സാധനമുണ്ട്, ബനിയൻ ക്ലോത്തിന്റെ വേസ്റ്റ്. ബനിയൻ ക്ലോത്ത് വേസ്റ്റ് ഇതൊക്കെ അതിന്റെ വേറെ കോട്ടൺ വലിയ വേസ്റ്റിന്റെ ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഏതിൽ കയറ്റാം? ചെറിയ ഇതുപോലത്തെ ആനിമലിൽ ചെറിയ സൈസിൽ നമുക്ക് കയറ്റാം. ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ ചെറിയ സോഫ്റ്റ് ടൈപ്പിൽ കയറ്റാം. അതേസമയം ഇതിനൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ലോഡിങ്ങിന് ആളെ വിളിക്കണം. 4-5 കിലോ വരും. അത് കയറ്റിയാലേ തുണി ഭയങ്കര വെയിറ്റ് അല്ലേ? ഇതാകുമ്പോ ഒരു 200-250 കിലോ ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. നമുക്ക് ആ ഒരു എമൗണ്ട് അവരുടെ ചെറിയ ചെറിയ വേസ്റ്റ് ഉണ്ടാവുന്നത് തുണിയാണ്. സ്പോഞ്ചുകള് പക്ഷെ അത് അത്ര ഇതുമായിട്ട് ഫിറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അത് എത്രത്തോളം ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമെന്ന് അറിയില്ല. ഇതിപ്പോ നല്ല തിക്കാണ്, കട്ടിങ് കണ്ടോ? അതേസമയം ഇതിനകത്ത് പഞ്ഞിയാണ്, ഇതും പഞ്ഞിയാണ്. ഈ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ചെറുതിലൊക്കെ ഓക്കെയാണ്, പക്ഷെ വലിയ ഡോളിലൊന്നും എന്താ പറയാൻ പറ്റില്ല. ഈ കോട്ടൺ വേസ്റ്റും ചെയ്യാം മെഷീനിൽ അടിച്ചത്. കട്ട് പീസുകൾ എപ്പോഴും ചെറുതിൽ മാത്രമേ ഫിറ്റാവും. അത് സിബ് ഓൺലൈനല്ല, സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് ആരും അറിയാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാൻ കഴിയും. അപ്പൊ ഇതിലൊക്കെ അതാണ് സംഭവം. അതേ സമയം ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഈ പഞ്ഞിയെ നടക്കാൻ കഴിയും. വലുതിലൊന്നും ഈ സാധാ കട്ട് പീസ് ഒന്നും ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡൗട്ട് ഇനി ഉണ്ടോ? ടെഡി ബിയറിന് അപ്പൊ ഇത് മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? വില കൂടുതലാണ് നമുക്ക്. പക്ഷെ സിമ്പിൾ ആയിട്ട് 2 മെറ്റീരിയൽ, ഒന്ന് പഞ്ഞിയും സ്കിന്നും ഉണ്ടെങ്കിൽ സ്കിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ തരാൻ കഴിയും. പഞ്ഞി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. 25 കിലോ, 10 കിലോ, 5 കിലോ ആയിട്ട് ചാക്കിൽ കിട്ടും. അത്
അന്വേഷിക്കുക. ഇനി അതും കിട്ടിയില്ലെങ്കിൽ അയച്ചു തരാം. ഓക്കെ. പിന്നെ ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് ഏകദേശം 30-40% ഹോൾസെയിലിൽ കൊടുത്താൽ നമുക്ക് ലാഭം കിട്ടും കടകൾക്ക്. ഇപ്പൊ 60 എന്ന് പറഞ്ഞ സാധനം 75-78 നമുക്ക് കടയ്ക്ക് കൊടുക്കാം. അവർ 100-125-180 അവർ വിൽക്കും. ഇനി വേറൊരു സംഭവം, ഈ ചെറിയ ടോയ്സ്, ഈ ഇതുപോലത്തെ ചെടികളിൽ കൂടുതൽ ലാഭം എടുക്കാൻ ബേസ് ആയിട്ടുള്ള സാധനത്തിന്. കാരണം ഇതിനൊക്കെ ആളുകൾ സൈസ് നോക്കിയിട്ടാണ് വില പറയാം. ചെറിയ സൈസിന് പറഞ്ഞു. അപ്പൊ ഇതിനൊരു കുറഞ്ഞ റീറ്റെയിൽ ലാഭം എടുക്കാൻ കഴിയും. അതേസമയം കുറച്ചുകൂടെ വലിയ സൈസ് ആയി കഴിഞ്ഞാൽ വലിയ വിലയാണ് അല്ലെ. അതെല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് അല്ലെ. ഇപ്പൊ ചെരുപ്പ് വാങ്ങാൻ പോയാല് 9 ഇഞ്ച് ചെരുപ്പിനും 4 ഇഞ്ച് 3 ഇഞ്ച് ചെരുപ്പിനും ഏകദേശം കോസ്റ്റ് ഒക്കെ അതിന്റെ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമാണ്. അത് ചെയ്യാനും അതിന് കട്ട് ചെയ്യാനും അതിന്റെ ടൈമിങ് ഇതെല്ലാം പണിക്കൂലിയൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനിക്കാർക്ക് ഏകദേശം മെനക്കേടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അടുത്തടുത്ത് വിലയാണ്. മറ്റേ 199 ആകുമ്പോ ഇതിന് 250 ആവുന്നുണ്ട് അല്ലെ. 4 ഇഞ്ച് ചെരുപ്പിന് 199, മറ്റേ 240. ചെറിയ വ്യത്യാസമാണ്. അളവ് നോക്കിയിട്ട് എന്ന് പറഞ്ഞതുപോലെ ടെഡി ബിയർ ചെറുതിനും റിസ്ക് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് അതെല്ലാം മേക്ക് ചെയ്യാം. പക്ഷെ വലുതിന് വില കുറവാണ്. ഇത്ര ഒരു 4 അടിയൊക്കെ വരുന്നത് ഒരു 390 വരും. ഇത്ര പൊക്കമുള്ള സ്കിന്നിന് 450. പക്ഷെ അതിൽ പഞ്ഞി കൂടെ നിറയ്ക്കുമ്പോ എത്രയാ? ഒരു ചാക്ക് പഞ്ഞി വേണ്ടി വരും. ചിലപ്പോൾ 3 കിലോ 4 കിലോ 2.5 കിലോ ഒക്കെ പഞ്ഞി വേണ്ടി വരും. അപ്പൊ അതും കൂടെ നിറച്ചാലും ഒരു 1000-1200 രൂപയ്ക്കാണ്. പക്ഷെ അത് വിൽക്കുന്നത് എത്രയ്ക്കാണ്? 3000-4000. എന്തായാലും ഹോൾസെയിൽ ചെയ്ത ഡബിൾ വിലക്ക്, ട്രിപ്പിൾ വിലക്കൊക്കെയാണ്. സോറി, ഹോൾസെയിൽ റീറ്റെയിൽ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുമ്പോ. ഷോപ്പിൽ നമുക്ക് ഒരു പീസിൽ 500-600 രൂപ മാറ്റി 1200 വരുന്ന സാധനം 1400-1600 മാറ്റിയിട്ട് ഹോൾസെയിൽ ചെയ്യാൻ കൊടുക്കാം. അത്രയും സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മള് ഈ ഒരു ടെഡി ബിയറും ഹെയർ ബണ്ട് ക്ലീനിങ് മോപ്പും ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമുക്ക് ഏതാണ്? ടെഡി ബിയർ നല്ല സാധ്യത. ഇനി മാത്രമല്ല, ഇത് നമ്മൾ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? മാർക്കറ്റിംഗ് എളുപ്പമാണെന്ന് പറഞ്ഞില്ലേ, എങ്ങനെ എത്തിക്കാം? സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇതൊരു വീഡിയോ രൂപത്തിൽ ടെഡി ബിയർ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് തന്നെ എത്തിക്കുക. പറ്റൂ? എങ്ങനെ ഒരു ടെഡി ബിയർ മേക്ക് ചെയ്യാം? ഒരു വീഡിയോ ഇടുക. എങ്ങനെയാണ്? യൂട്യൂബ് ചാനലുണ്ടോ ഇവിടെ ആർക്കെങ്കിലും? ഇല്ല. ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. തയ്യാറാണോ? ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. ഓക്കെ. ഇപ്പൊ സമയം എത്രയായി? 12 കഴിഞ്ഞു. 12:30. 1 മണിക്ക് നിർത്താം. അപ്പൊ ആ ഒരു സെക്ഷൻ കൂടെ കഴിഞ്ഞാല് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 200-220-250 റീറ്റെയിൽ വിൽക്കാൻ കഴിയും. ഹോൾസെയിൽ ആണെങ്കിൽ 130-140 വിൽക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ പ്രോഫിറ്റ് തരുന്നത്. ഇനി ഇത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള 1-2 ടിപ്സ് കൂടെ എങ്ങനെയാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആളുകളിലേക്ക് എത്തിക്കാം. ഇതാണ് ഇപ്പൊ ഒരു ചെറിയൊരു ടൈമില്. കാരണം ഇത് മൊത്തത്തില് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിനെ കുറിച്ച്, അതായത് ഫേസ്ബുക്കില്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടില് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി ഈസി സ്റ്റോർ, ആമസോണിന്റെ തന്നെ ഈസി സ്റ്റോർ ഇപ്പൊ എന്തുണ്ട് കൊടുക്കുന്നുണ്ട് ഓരോ പിൻ നമ്പറിൽ. അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം തന്നിട്ട് യൂട്യൂബിലോട്ട് കിടക്കാം. പിന്നെ നമുക്ക് ഫുള്ളൊരു സെക്ഷൻ തന്നെയുണ്ട് ലാസ്റ്റ് പ്രോഡക്റ്റ്. എന്താ പറയാ, ഈ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഡാറ്റാബേസ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ആ ഒരു ലാസ്റ്റ് സെക്ഷന് മുമ്പ് യൂട്യൂബ് ചാനലിന്റെ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഡൗട്ടുകളുണ്ട്. അപ്പൊ അതും കൂടെ കേൾക്കാം. എല്ലാവരും മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഓൺ ഒന്ന് വീഡിയോ പിടിക്കുക. എടുത്തിട്ട് എല്ലാവരും മൊബൈൽ ഈ കാണുന്ന മൂവ്മെന്റ് തന്നെ പിടിക്കാം. മൊബൈലില്ലേ? എല്ലാരും മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് ഉള്ളവരൊക്കെ ടീച്ചർമാരില്ലെങ്കിലും കേരളത്തിന് ഒറ്റ ടീച്ചറെ വെച്ചിട്ട് എന്ത് ചെയ്യും? പഠിപ്പിക്കാൻ കഴിയും അല്ലെ? കുട്ടികൾക്ക് ഗ്രൗണ്ടില്ലെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിലെങ്കിലും എന്ത് ചെയ്യും? കളിക്കും. കടകളില്ലെങ്കിലും എന്താ ബിസിനസ് എവിടെ നടക്കും?
ഓൺലൈനിലാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊറോണ നമ്മളെ പഠിപ്പിച്ചല്ലേ. നമ്മൾ അങ്ങനെ ആയി മാറി. പണ്ട് കൊറോണ വരുന്നതിന് മുമ്പ് സ്കൂളുകളിൽ പോകാത്ത ചിത്രം ആലോചിക്കാൻ പറ്റും അല്ലെ. സ്കൂളിൽ മക്കള് പഠിക്കാതെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങനെ എന്തെങ്കിലും സ്കൂളില്ലാതെ തന്നെ പഠിച്ച് എല്ലാം ആവാം എന്നൊരു കോൺഫിഡൻസ് ഇപ്പൊ വന്നു. സ്കൂളിൽ പോണ്ട അല്ലെ, സ്കൂള് വേണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി അല്ലെ. അപ്പോ ഇല്ലെങ്കിലും പഠിക്കാം ഓൺലൈനിൽ. അതിനേക്കാൾ ഒരുപാട് പഠിക്കാൻ പറ്റിയ അവസരങ്ങളും സാധ്യതകളും തുറന്നു കിട്ടി അല്ലെ. ഇപ്പം പല സ്റ്റേറ്റുകളിലും പോയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം. പക്ഷെ അതിന് തയ്യാറായാൽ മതി അല്ലെ. ആ ലെവലിലേക്ക് നമ്മൾ മാറി. അപ്പൊ ഇതേ രീതിയിൽ ബിസിനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലേ. ആമസോണും ഫ്ലിപ്കാർട്ടും സ്നാപ്ഡീലും മിന്ത്ര, മീഷോ ഇങ്ങനെ വരുന്ന ഒരുപാട് സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിൽ സെല് ചെയ്യാൻ തുടങ്ങി. ഇത് അല്ലാതെ തന്നെ സാധാരണ ആളുകൾ വാട്സപ്പിൽ അല്ലെ ഒരു സ്റ്റാറ്റസ് പ്രോഡക്റ്റ് ഇട്ടാൽ പോലും അതിനെ നമുക്ക് വിൽക്കാല്ലേ. അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെ അതിന് കൊറിയർ സംവിധാനങ്ങളൊക്കെ എന്തായി, ശക്തമായി അല്ലെ. നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ വേണമെങ്കിൽ പ്രോഡക്റ്റ് എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊറിയറൊക്കെ പല കമ്പനികളും എന്ത് ചെയ്തു, വളർന്നു കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡെവലപ്പ് എന്താ പറയാ, നമ്മുടെ മൊത്തവും സ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ആയിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ എന്താവും, നമ്മൾ കച്ചവടം വരട്ടെ കച്ചവടം ഒരിക്കലും വരില്ല. നമ്മളെന്ത് ചെയ്യേണ്ടി വരും, വരുത്തേണ്ടി വരും. അവിടെയാണ് മാറ്റം വന്നത്. നമ്മുടെ നാട്ടില് ഒരു വ്യത്യാസം ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെ പരപ്പ സാധാരണ കട എവിടെയാണ്, കാഞ്ഞങ്ങാട് ഒരു കടയുണ്ടെങ്കിൽ എത്ര കസ്റ്റമർ വരും, ഒരു ആഴ്ചയിൽ, ഒരു മാസത്തിൽ, ഒരു ദിവസം, ആദ്യം അത് പറയാൻ ഒരു 10-20 ആളുകൾ കസ്റ്റമർ വരും. അത് മാസം കണക്കൂട്ടുമ്പോ ഇത്ര ആളുകളിൽ നമുക്ക് പോകാൻ കഴിയും. ഒരു ഓൺലൈനിലാണെങ്കിൽ നമ്മള് ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് എത്തിക്കാൻ കഴിയും. ഒരു ദിവസം എന്നല്ല, ആയിക്കോട്ടെ ഒരു ദിവസം ആയിക്കോട്ടെ, എത്ര പേര് വാങ്ങുന്നു എന്നതല്ല, നമ്മള് 1000, 10,000, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ആളുകളിലേക്കും നമ്മുടെ ബിസിനസ് എത്തിക്കാൻ കഴിയും. എത്ര 3.5 കോടി ജനം ഉണ്ടല്ലേ, അതിലൊരു 1 ലക്ഷം, 2 ലക്ഷം, 5, 10 ലക്ഷം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിയില്ല അല്ലെ. എന്നാൽ കുറെ ശ്രമിക്കുമ്പോൾ കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല, പറ്റൂലേ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിനെ ഒരുപാട് ആളുകളിലേക്ക് ഡെവലപ്പ് ചെയ്യും അല്ലെ. അതേസമയം നമ്മളൊരു നാട്ടിൽ, ഒരു പ്രദേശത്ത് ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഷോപ്പ്? 12 ലക്ഷം രൂപ. ഈ 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള ബെനിഫിറ്റ് കടയിൽ നിന്ന് കിട്ടുന്നു? ഇല്ല, കിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങോട്ട് കിട്ടാനും പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും മാറി, നമ്മുടെ സിസ്റ്റവും മാറിയാൽ 12 അല്ല 10,000 രൂപയുടെ സാധനം വെച്ചിട്ട് 1 കോടി രൂപയുടെ ബിസിനസ് സിസ്റ്റം മാറ്റിയാൽ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് നമ്മൾ വരിക. ഈ പറയുന്ന വീഡിയോ അല്ലെ, ഒരു വീഡിയോ, ഒരു 10 മിനിറ്റ് വീഡിയോ നമ്മൾ പിടിച്ചിട്ട്, എന്താ വീഡിയോ, കുറെ പ്രോഡക്റ്റുകളുടെ, കുറെ സർവീസുകളുടെ വീഡിയോകൾ. ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഈ വീഡിയോ ആളുകൾ കാണും? നമ്മൾ എത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നു അത്രയും ആളുകൾ അത് കാണില്ലേ, കാണും. 100 ആണോ, 500 ആണോ, 1000 ആണോ, 2000, 10,000, ലക്ഷം, കോടികളിലേക്ക് വരെ നമുക്ക് അത് സെൻഡ് ചെയ്യാം അല്ലെ. അത്ര ആളുകൾ കാണുന്ന അതിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോ നമ്മൾ ഒരിക്കലാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ. അടുത്ത് 1, 2, 5, 10, 100, 500 എത്ര വീഡിയോ വേണമെങ്കിൽ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വീഡിയോ ഇങ്ങനെ കിടന്ന ആളുകൾ കാണുന്നതനുസരിച്ച് എത്ര നമുക്ക് ആളുകൾ കോൾ ചെയ്യും, വിളി വരും അല്ലെ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണെന്നത്. അപ്പം ഒരു പ്രാവശ്യമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അത് ലക്ഷങ്ങളും കോടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ എത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
വിജയിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ അല്ലെ. നമുക്ക് ഓരോ ആളുകളടുത്തും പോയിട്ട് ഇങ്ങനെ നമ്മളെ കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നാൽ എന്താവും? ഒരു സിനിമയിലെ രജനിയാന്ന് പറയും, ഒരു തടവ സ്വന്നാൽ അത് 100 തടവ സ്വന്ന മാതിരി. ഇത് 100 അല്ല, അത് പണ്ട് കാലത്തായിരുന്നു. ഇന്ന് 1000 അല്ല, ലക്ഷം അല്ല, കോടി പ്രാവശ്യം നമ്മൾ ആളുകളോട് സംസാരിക്കും. നമ്മൾ പല വീഡിയോകൾ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ എപ്പോഴെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ 5 or 10 ഇങ്ങനെ ഇടുന്നതിനനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും? നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതിനേക്കാളും 4 ഇരട്ടി സാധ്യതയായിരിക്കും. ഫേസ്ബുക്കിലും വീഡിയോ കിട്ടും. ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമാ നടന്മാരൊക്കെ വീട്ടിലടങ്ങിയിരുന്നപ്പോ അല്ലെങ്കിൽ നടിമാരൊക്കെ ഇരുന്നപ്പോ ഏറ്റവും കൂടുതൽ ഹിറ്റായത് ആരാണ്? യൂട്യൂബർമാർ, വ്യക്തികളാണ്. സെൽഫ് ബ്രാൻഡിങ്. നമ്മൾ ഏറ്റവും വേണ്ടത് എന്താ? സ്വന്തം ബ്രാൻഡ് ചെയ്യുക അല്ലെ. അറ്റ്ലസ് ജ്വല്ലറി അല്ലെ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഇപ്പൊ സാർ എന്ന് പറയുമ്പോ ലുലു എന്ന് പറഞ്ഞാൽ മൂപ്പരാണ്, മൂപ്പർ എന്ന് പറഞ്ഞാൽ ലുലു ആണ് അല്ലെ, ബ്രാൻഡാണ് അല്ലെ. ചിലര് അവരാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മക്കളോ നാട്ടുകാരോ അല്ല. നമുക്ക് നമ്മുടെ സെൽഫ് നമ്മളെ വിശ്വസിക്കുക. യൂട്യൂബ് അത് പറഞ്ഞുതരാം, അത് ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. യൂട്യൂബിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാട്സപ്പേഴ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ, പിന്നെ അതിന്റെ കുറെ പരിപാടിയുണ്ട്. അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെ. യൂട്യൂബിൽ നിങ്ങൾ അതിൽ ഫുള്ള് സെർച്ച് ചെയ്യുക. ഫേസ്ബുക്ക് ഇതുപോലെ, ഫേസ്ബുക്കിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഫേസ്ബുക്ക് എന്താണ്, അതിലെങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഇതിൽ തന്നെ എത്രയോ ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് മാത്രം നമ്മൾ ക്ലാസ് എടുത്താൽ പോലെ തീരുമോ? ഇല്ല. അപ്പൊ ഈ 10 പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിൽ 9 നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ. പക്ഷെ 10ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് ചെയ്യുന്നു എന്നതിൽ കാര്യമില്ല അല്ലെ. അതിന് വ്യത്യസ്തമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് യൂട്യൂബില് വീഡിയോ അപ്ലോഡ്. ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്നുകൊണ്ട് കറങ്ങും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയം. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് അല്ലെ, ഈ കുറഞ്ഞ കാലഘട്ടം തൊട്ട്, അതായത് ഒരു 1-2 വർഷം, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്തത്? വീഡിയോകൾ അപ്ലോഡ് ചെയ്തതും ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടതും. കാരണം വേറൊരു പണിയില്ല, വീട്ടില് അടഞ്ഞുകൂടി ഇരുന്നിട്ട് ടൈം പോണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് പലരുടെയും വീഡിയോകൾ കണ്ടല്ലേ അല്ലെ. പലരുടെയും വീഡിയോ കണ്ടപ്പോ എന്ത് ചെയ്യുന്നത്? അവർക്ക് അതിന്ന് പരസ്യത്തിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? പരസ്യത്തിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. അപ്പം നമ്മള് വീഡിയോ കണ്ട് എത്ര മണിക്കൂർ വീഡിയോ കാണും? ഒരു ദിവസം മൊബൈൽ എത്ര മണിക്കൂർ ഉപയോഗിക്കും? 3 മണിക്കൂർ, 5, 10, 12. ചിലർ മൊബൈൽ ഉപയോഗിച്ചാണ് കിടന്നുറങ്ങുന്നത് അല്ലെ. മൊബൈലിൽ വീഡിയോ കണ്ട് ഇനി രാവിലെ എണീക്കുമ്പോ മൊബൈലിൽ തന്നെ ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്നതിന് മുമ്പ് ആദ്യം എടുക്കുന്ന ഏതാണ്? വാട്സപ്പിൽ ആരൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം പലർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തോണ്ടല്ലോ. നമ്മുടെ ജീവിതം പലരും ഇടുന്നതിന് നമ്മൾ കണ്ട് പലരുടെ വീഡിയോ അല്ലെ. ഇനി നമ്മൾ തിരിച്ചു വരിക, എന്ത്? നമുക്കൊരു യൂട്യൂബ് ചാനൽ, നമ്മുടെ വീഡിയോ വേണമെങ്കിൽ നാട്ടുകാർ കാണുക. ഈ കൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറിയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളാണെങ്കിൽ നമ്മുടെ, ഇപ്പൊ സാറ് പറഞ്ഞത് എത്ര പ്രോഡക്റ്റ് ഉണ്ട് സാറിന്റെ കടയിൽ അല്ലെ. ഈ പ്രോഡക്റ്റിന് നമ്മൾ അതിന്റെ വിവരണമൊക്കെ പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ വിചാരിക്കും, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെ വിചാരിക്കും? സാറ് പറഞ്ഞു, ഞാൻ ചിരിച്ചാൽ സാറെന്ന് വിചാരിക്കുന്ന ചോദിച്ചല്ലേ. ഞാൻ പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ആദ്യം 2 ദിവസം വിചാരിക്കും, 3-ാം ദിവസം ഒന്നും വിചാരിക്കുക. കൂടി പറയാക്ക് വട്ടെന്ന് പറയും, അത്രയൊക്കെ പറയും, വേറെ ഒന്നും പറയുമല്ലോ. പിടിച്ച് ജയിലിടുവോ? ഇല്ല. നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം? നമ്മൾ പറയാൻ ശ്രമിക്കുക നമ്മളെ പല കാര്യങ്ങൾ. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? കുറേശ്ശെ നമ്മൾ ഇന്ന് പറയുന്നേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയി കുറെ തെറ്റുകൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചു തരും.
ഇങ്ങനെ നമുക്ക് 100 പോരായ്മകളുണ്ടെന്ന് നമ്മൾ സ്വയം സമ്മതിക്കുക. അതേസമയം ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, ആരെങ്കിലും എന്നെ കുറ്റം പറയണത് എനിക്ക് ഇഷ്ടമില്ല, എന്റെ നെഗറ്റീവ് പറയണ ഇഷ്ടമില്ല, അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എവിടെയെങ്കിലും എത്തുമോ? ഇല്ല. എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, അവിടെ ഇരുന്നോട്ടെ, ഓരോരുത്തരും അത് ചൂണ്ടിക്കാണിച്ചു തരും, ഞാൻ തിരുത്താൻ ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ. എനിക്ക് പോരായ്മകളുണ്ട്, പലതിലും ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യാം. ആരെങ്കിലും പറഞ്ഞു തന്നാൽ യെസ് താങ്ക് യു, നിങ്ങൾ പറഞ്ഞത് വളരെ നന്ദി, ഇനി ഞാനത് എന്ത് ചെയ്യാം, തിരുത്തിക്കോളാം എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശ്രമിക്കുക. ഇങ്ങനെ തിരുത്തി പലതിലും തിരുത്തുമ്പോൾ എന്താവും, ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ ബാക്കി ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം. അതായത് നമുക്കിനി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ സോഷ്യൽ മീഡിയ, പിന്നെ സോഫ്റ്റ്വെയർ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് സെക്ഷൻ ഉണ്ട്. എന്നാലും തുടക്ക യൂട്യൂബ് ചാനൽ പറഞ്ഞു വെച്ചു മാത്രം. സാർ നമുക്ക് ടൈം ആയോ? 1 മണിയായില്ല അല്ലേ? ആ, അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ എന്ത് ചെയ്യാം, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ അത് സൂം മീറ്റായി, പിന്നെ ഓരോ ജില്ലകളിലും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു. അതിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത് ഓരോ ജില്ലയിലും. ഇനി വളാഞ്ചേരി നമ്മൾ എക്സ്ട്രാ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ തിരുവനന്തപുരം തൊട്ട് തുടങ്ങി നമ്മൾ ലാസ്റ്റ് കാസർഗോഡ് അവസാനിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നത്തോടെ കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതില് ടോട്ടലായിട്ട് നമുക്ക് ഒരു ആശയം, അതായത് ഓരോ ജില്ലകളിലും നമുക്ക് എന്ത് വേണം, ഇതുപോലുള്ള ഒരു ട്രെയിനിങ് സെന്ററും ഇതിന്റെ റോ മെറ്റീരിയൽ ഒക്കെ കിട്ടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും, ഒരുപാട് ആളുകൾക്ക് പുതിയ പുതിയ അവസരങ്ങളും തൊഴിലുകളും. ഇപ്പൊ ഈ 10 പ്രോഡക്റ്റ് ഇവിടെ അവതരിപ്പിച്ചു. ഇനി നെക്സ്റ്റ് ഒരു ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നെങ്കിൽ ഈ 10 പ്രോഡക്റ്റ് അല്ല, ഇനി വേറെ പുതിയ 10ലേക്കാണ് വരുന്നത്. കാരണം ഇത് എല്ലാവരും ഇത് മാത്രമല്ല, പുതിയ പുതിയ ഒരുപാട് ടെക്നോളജികൾ ഇനി നമ്മുടെ PLDC ഫാന്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച്, അങ്ങനെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പ്രോഡക്റ്റുകളും ഒക്കെ നമുക്ക് ഓരോ ക്ലാസ്സിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ റോ മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഇവിടെ പങ്കെടുത്തു, നിങ്ങളുടെ പ്രായം ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 25, 30, 40, 50 ഒക്കെ അല്ലേ, അല്ലെ? അതിന്റെ ഉള്ളിലല്ലേ പ്രായം വരുന്നത്. ഈ പഠിച്ചത് നമ്മുടെ സ്കൂളിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോ നമുക്ക് സ്കൂളിലാണ് ഇത് പഠിപ്പിച്ചതെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇന്നൊരു നിലയിലെത്തിയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, 1960 കാലഘട്ടങ്ങളിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ന് വന്നു. ഈ രാജ്യത്ത് പട്ടിണി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും പട്ടിണിയാണ് ഒരു കാലഘട്ടത്തിൽ, അല്ലെ? ഇന്നാണ് ഭക്ഷണം കൂടിയത്, അതിനനുസരിച്ച് രോഗം കൂടി, അത് വേറെ വിഷയം. പക്ഷേ ഈ രാജ്യത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന, പാമ്പും തേടും പഴുതാരയും പണ്ടും എന്തിനെ കിട്ടിയാലും പിടിച്ച് തിന്നാനുള്ള അനുവാദം എന്ത് ചെയ്തു, ജനങ്ങൾ കൂടും. ഇന്ന് നമുക്കുണ്ടോ? നമുക്ക് എന്തിനേയും പിടിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല, അതാവും. അപ്പം ഈ രീതിയിൽ ഗവൺമെന്റ് എന്ത് ചെയ്ത് അനുവാദം കൊടുത്തപ്പോഴാണ് അവർ പലതിനെയും ഭക്ഷിക്കാൻ തുടങ്ങി. അതൊരു ട്രെൻഡായി, ഫാഷനായി. ഈ രീതിയിൽ ചൈന ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്തായിട്ടുണ്ട്, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങൾക്ക് വളർന്നു. അതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും ചൈന ലോകത്ത് ഇത്രയും ടോപ്പ് ലെവലിലേക്ക് എത്തിയത്? അമേരിക്കയ്ക്കും വേണം ചൈനയുടെ സാധനം, ഇറ്റലിക്കും വേണം, ജപ്പാനും വേണം, ഇന്ത്യക്കും വേണം, നമുക്ക് കേരളത്തിൽ ഓരോരുത്തർക്കും ചൈനയുടെ പ്രോഡക്റ്റുകൾ. എന്തുകൊണ്ട്? വിലക്കുറവായിരിക്കും, വെറൈറ്റി പ്രോഡക്റ്റ് അവരേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ചൈന ഇത്രയും വളർന്നത്? വളരെ പെട്ടെന്ന് പറയുന്നത്. പിന്നെ സർക്കാർ ട്രെയിൻ ചെയ്തെടുത്തു. ആര് ട്രെയിൻ ചെയ്തെടുത്തു? ജനങ്ങൾ. ഓക്കെ, പൈസ ഉള്ളത് കൊണ്ടൊന്നുമല്ല. പൈസ ദാരിദ്ര്യത്തിൽ നിന്ന് പൈസ സമ്പന്നതയിലേക്ക് വന്നു. ഫിനിഷിംഗ് സാധനങ്ങൾ അതൊന്നുമല്ല.
അവരുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ടോയ്സ് എങ്ങനെ നിർമ്മിക്കാവുന്നതാണ്. അതായത് കുട്ടികൾക്ക് ഒരു കഴിവുണ്ടെന്ന് ഏത് ടോയ്സ് വാങ്ങിക്കൊടുത്താലും എന്ത് ചെയ്യും, അടിച്ചു പൊടിച്ച് കയ്യിൽ തരിക എന്നുള്ള ഏറ്റവും വലിയ കഴിവും ഒരു കുട്ടികൾക്ക് ബേസിക്കലി ഉണ്ട്. ആ കഴിവിനെ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും ടോയ്സ് കൊടുത്തു. അതിനെങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ പൊളിക്കണം, വീണ്ടും പൊളിച്ചു. ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി എന്ത് ചെയ്തു, ചെറിയ ഡിവൈസുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മൊബൈൽ, കമ്പ്യൂട്ടർ, ഇങ്ങനെ ഓരോ ക്ലാസ്സിലും കൊടുത്ത് അവരെ പൊളിച്ച് അടിച്ച് ഇങ്ങനെ അവർ പഠിച്ച് ഡെവലപ്പായി വന്നതാണ് ആര്, ചൈനയിലെ സ്കൂൾ കുട്ടികൾ. അങ്ങനെ ഒരു SSLC ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാക്ടറി സ്വന്തമായിട്ട് തുടങ്ങും. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ചൈനക്കാർ അവരുടെ ഓരോ പ്രോഡക്റ്റും, ഒന്ന് ചെവി തോണ്ടുന്നത്, ഒന്ന് കണ്ണിൽ വരയ്ക്കുന്നത്, ഒന്ന് മൂക്കിൽ വരയ്ക്കുന്നത്, ഒന്ന് തലയിലിട്ട് വിക്രിയാക്കുന്നത്, ഒന്ന് എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് എവിടുന്ന് വരുന്നത്. നമ്മൾ പോലും ആലോചിച്ചിട്ടില്ല ഇത്രയും പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ അല്ലെ. ചെവിത്തോണ്ടി 300 തരം ചെവിത്തോണ്ടിയാ അല്ലെ. തലയിൽ വെക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണമാണെങ്കിൽ ഒരു ക്യാപ്പ് ആയിക്കോട്ടെ, എത്രയോ വെറൈറ്റി അല്ലെ. ഇങ്ങനെ മൊബൈലിന്റെ ആക്സസറീസ് എന്തായിട്ടും എടുത്താലും ഓരോന്ന് വിഭിന്നം. ഈ ഫ്ലവർ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഫ്ലവറിന്റെ എന്താ ഏറ്റവും വിറ്റെന്ന് വെച്ചാൽ കണിക്കൊന്ന എന്ന് പറയുന്നത് എവിടത്തെ പ്രോഡക്റ്റ് ആണ്, കേരളക്കാരുടെ അല്ലെ. ഈ കണിക്കൊന്ന ഉണ്ടാക്കി തരുന്ന ചൈനക്കാരനാണ്. വാഴ ഉണ്ടാക്കി തരുന്നത് ആർട്ടിഫിഷ്യലാണ്. എന്തിന് അധികം ഈ കഞ്ചാവിന്റെ തോട്ടം ഒരു സിനിമയിൽ ക്രിയേറ്റ് ചെയ്യണം, അത് ആർട്ടിഫിഷ്യലായിട്ട് കഞ്ചാവ് തോട്ടം ഉണ്ടാക്കണം. കഴിഞ്ഞ സാറ് പറഞ്ഞത് ചൈനയിൽ നിന്നാണ് സാധനം വന്നത്. ഒരു കഞ്ചാവ് തോട്ടത്തിന്റെ ഒരു എന്ത് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. കഞ്ചാവ് തോട്ടത്തിന്റെ ചെടികൾ ഇലകളും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണമെങ്കിലല്ലേ പറ്റും. അത് ചൈനയിൽ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന കപ്പാസിറ്റിയിലേക്ക് എന്ത് വളർന്നു ചൈന. ഏത് ഡെക്കറേഷൻ ഐറ്റം എടുത്ത് നോക്കി അവരുടെ സാധനമാണ്. എന്തും നമ്മുടെ മൊബൈലിന്റെ ടവർ അവരതാണ്. ഈ സ്പിന്നിങ് മില്ലുകളിലുള്ള ഫുള്ള് മെഷീനറീസ് അവരതാണ്. എന്തിനാണ് ഈ പ്ലാസ്റ്റിക്കിൽ ചേർക്കുന്ന കളർ പോലും ചൈനക്കാരന്. ഇങ്ങനെ എന്ത് നോക്കിയാലും ഫുള്ള് ചൈനയുടെ സാധനം. ഈ ലെവലിലേക്ക് വളർന്നത് അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, അവർ കുട്ടികളെ വളർത്തി. അപ്പൊ ഒരു കുട്ടി അത്യാവശ്യം ഒരു 15-20 വയസ്സാവുമ്പോ അവന്റെ 20 to 40 അല്ലെ ഒരു മനുഷ്യന്റെ നല്ല സമയം എന്ന് പറയുന്നത് അല്ലെ. 20 വയസ്സിൽ എന്തെങ്കിലും ആയാലും നമ്മുടെ നാട്ടിൽ പലരും 15-17 എന്തെങ്കിലും ഒരു ഇതിൽ കയറി രക്ഷപ്പെട്ട് ഒരു 40-50 വയസ്സിനകത്ത് ഈ വലിയ നിലയിലെത്തിയ ആളുകളുണ്ട് അല്ലെ. ഈ 45-50-60 പോയിട്ട് പിന്നെ വളരെ ചുരുക്കം ആളുകളെ രക്ഷപ്പെട്ടു. നമ്മളെ ഇവിടുത്തെ വിദ്യാഭ്യാസം 15 കഴിഞ്ഞ് SSLC, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, വീണ്ടും പോയി 20, 25, 30 ഇനി എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി അല്ലേ. മാസങ്ങൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഒന്നും നേടാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നേടാൻ കഴിയാത്തത്? എഡ്യൂക്കേഷൻ സിസ്റ്റം അതെ സ്വയം എങ്ങനെ തിയറി ഉറക്കം വരുന്നോ? ഇത് പറഞ്ഞിട്ടോ തിയറി പറഞ്ഞിട്ട് ഉറക്കം വരുന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരാം അല്ലേ. എനിക്കിപ്പം വിഷയം തന്നെ ടോട്ടലി ഞാൻ പറഞ്ഞാണ് മേക്കിംഗ് വില്ലേജിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ കുട്ടികളിലേക്ക് നിങ്ങൾ പറഞ്ഞ അതേ സിസ്റ്റം തന്നെയാണ് നമ്മളെ കൺസെപ്റ്റും. കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് എന്താ പറയാ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ ഓഫ് മേക്കിംഗ് വില്ലേജ്, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഇത് ഓരോ ജില്ലയിലും 2-3 പ്രദേശങ്ങളിൽ എന്താ പറയാ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് സെന്റർ കൊണ്ടുവരിക. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കിട്ടുന്ന സ്ഥാപനം. അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാൻ, അതിന് ഇൻവെസ്റ്റ് ചെയ്യാനോ അത് തുടങ്ങാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ നമ്മള് എന്താ പറയാ ഈ സംരംഭം നമുക്കിപ്പോ ഈ പ്രോഡക്റ്റുകൾ റോ മെറ്റീരിയൽ കിട്ടാൻ ഏകദേശം ഒരാഴ്ച 10 ദിവസമൊക്കെ ഡിലേ വരുന്നു. അപ്പൊ ആ ഡിലേ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ കുറയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. എന്നാലും ഈ റോ മെറ്റീരിയൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്തിച്ചേരാൻ കഴിയും.
അപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വന്നാൽ ഇല്ലെങ്കിലും റോ മെറ്റീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചു തരാൻ കഴിയും. പിന്നെ അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. നിങ്ങൾക്ക് നേരത്തെ പോണോ? അതിൽപ്പെട്ട ആളാണോ? 4 മണിക്ക്? യെസ്, അതാണ് പ്രശ്നം. ഇത് 4 മണിക്ക് പോകും. അവിടെയാണ് 4 മണിക്ക് പ്രശ്നം. പോകാൻ. ഓക്കെ, നമുക്ക് എല്ലാ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ചിലപ്പോ 1-2 മിസ്സാവും. എല്ലാ ഇപ്പൊ നിങ്ങൾ നേരത്തെ പോകുന്നെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്ക് പോണമെന്നുള്ളവർക്ക് പോവാം. രണ്ടാമത്തത് നമ്മളെ ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അതുപോലെ ബാക്കി ഡീറ്റെയിൽ അതിന് വേണ്ട. കാരണം ഈ ക്ലാസ്സിൽ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുള്ള് പഠിപ്പിച്ച് നിങ്ങളെ ഇതാക്കാൻ കഴിയില്ല. അടുത്ത ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. അത് കുത്തിയിടണോ? ഏതാ? മറ്റേ നമ്മളെ ഇത് ഒരു കണക്ഷൻ കൊടുക്കണേ. ഈ ഒരു ആണിയും ഈ സംഭവം ഉണ്ടെങ്കിൽ ഒരു ഫ്ലവർ ആക്കിയിട്ടുണ്ട്. മെറ്റീരിയല് ഒരുപാട് ആവശ്യമാണ് ഫ്ലവറിന് അല്ലെ. ഇതിന് ഇതുപോലത്തെ ബഞ്ചസ് 6 സ്റ്റിക്ക് വരുന്നുണ്ട്. 12 തൊട്ട് 18, 24 ഇതിന്റെ സ്റ്റിക്കിന് ഇത് മാത്രം ബഞ്ച്. ഇതിനകത്ത് ലീഫ് സെപ്പറേറ്റ്, രണ്ടാമത് ലീഫ് വേണം അല്ലെ. ലീഫ് കുറെ മോഡൽ ഡിസൈൻ മാറി കുറെ മോഡൽ ലീഫ് ഇതായല്ലോ. പിന്നെ ഇതിനകത്ത് ഇതുപോലത്തെ ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഫ്ലവർ വെക്കാം, വെക്കാതെ വെക്കാം. അപ്പം ഒരു പ്രോഡക്റ്റ് എന്താ, ബഞ്ച് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഇതിൽ തന്നെ വലുതായിട്ട് 6 ഫ്ലവർ, 12, 18, 24 ഇങ്ങനെ ഒരു സെക്ഷൻ. ഇനി ബോൺസായി, അത് മനസ്സിലായല്ലോ. ബോൺസായി എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇത് നമുക്ക് കിലോ റേറ്റിന് ഈ പറയുന്ന ഫില്ലിംഗ് മെറ്റീരിയലും ഈ വുഡിന്റെ ഇതും നമുക്ക് കിലോ റേറ്റിന് 750 രൂപയെ റേറ്റ് ഇത്. പിന്നെ സ്റ്റിക്ക് നമുക്ക് പീസ് റേറ്റ് ആണ്. ഈ ഇതുണ്ടല്ലോ ബഞ്ച് 6, 9, 12, 18 പീസ് റേറ്റ്. ബാക്കി ലീഫും ഇതിന്റെ അകത്തുള്ള ഫില്ലിംഗ് മെറ്റീരിയലൊക്കെ കിലോ റേറ്റ് ആണ്. അപ്പം ബഞ്ച് ഫ്ലവറും മനസ്സിലായി. ഇനി നമുക്ക് എന്താ പറയാ, ഇതുപോലുള്ള ബാസ്കറ്റിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ബഞ്ച് ഫ്ലവർ കട്ട് ചെയ്ത് ഇതിനകത്ത് തെർമോകോൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഹാങ്ങിങ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് ചെയിൻ ഇട്ടിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാം. പിന്നെ ചെടിച്ചട്ടി കണ്ടിട്ടുണ്ടോ, ഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ തൊപ്പി, ആ മോഡലിലും ഇതുപോലത്തെ ബഞ്ചിനകത്ത് ചെയിൻ കൂടെ കൊടുത്തിട്ട് ഒരു ഗ്രീപ്പർ ചെയിൻ എന്ന് പറയും, ആ ഒരു ചെയിൻ കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, തൊപ്പി സെറ്റ് ചെയ്യാം, വാൾ ഹാങ്ങിങ് ചെയ്യാം. പിന്നെ പ്ലാന്റുകൾ, ഒരുപാട് മോഡൽ പ്ലാന്റുകളുണ്ട്. ഒരുപാട് റോ മെറ്റീരിയൽ പോലെ പാക്ക് ചെയ്യാം, പാക്ക് ചെയ്യാം. ഉറുമ്പുപൊടി തന്നെ മണവും ഒന്നും ഇല്ലാത്ത രീതിയിൽ വരുന്നില്ല, പൗഡർ പിന്നിലാക്കിയിട്ട് ഇത് ചെയ്യാം. പിന്നെ പാറ്റാഗുളിക, കർപ്പൂരം, ഇങ്ങനെയൊക്കെ ഒരുപാട് കെമിക്കൽ പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ജ്യൂസ് ഇട്ട് വാങ്ങിയിട്ട് അതിനെ എന്ത് ചെയ്യാം, റീപാക്ക് ചെയ്ത് സോപ്പുകൾ അറിയാമല്ലോ, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ, അതിന്റെ കൂടെ ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് കിട്ടാം. അവിടെ തന്നെ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം, യൂട്യൂബ് ചാനൽ മസ്റ്റാണ്, വീഡിയോസ് മസ്റ്റാണ്, ആളുകളിലേക്ക് എത്തിക്കണം. നമ്മൾ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണിന്റെ കാര്യമല്ലേ, ഈസി സ്റ്റോർ, അപ്പൊ അത് ആ സെക്ഷൻ ഇതിന്റെ കൂടെ അതും കൂടെ പറഞ്ഞിട്ട് പോവാം. എന്ത് സോഫ്റ്റ്വെയറുകൾ വളരെ അത്യാവശ്യമാണ്, മാർക്കറ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഒരു നോട്ട് പോലെ എഴുതി. നമുക്ക് മാർക്കറ്റ് ചെയ്യാന് നമ്മള് ഒരു ഷോപ്പ് നടത്തിയാൽ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കുറെ ആളുകൾ നമുക്ക് കിട്ടും. അതേസമയം നമ്മളൊരു ഓൾ കേരള ലെവലിൽ ചിന്തിച്ചാൽ എന്ത് ചെയ്യാം, ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാം. അതിന് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ചാനലിൽ ഡൗട്ടൊക്കെ ചോദിക്കും, ഗ്രൂപ്പിനകത്ത്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തത് സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാല് വാട്സ്ആപ്പ് സെന്റർ അല്ലെ. നമ്മുടെ വാട്സ്ആപ്പിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് സാറിന്?
എത്ര ഗ്രൂപ്പുകളാണ് മൊബൈലിൽ? 10, 20, 50, എത്ര? 80. എനിക്ക് 1300 എത്രയുണ്ട് എന്റെ മൊബൈലിൽ ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് എത്ര ആളുകളാണ് ഓരോ ഗ്രൂപ്പില്? എത്ര മാക്സിമം എത്ര ലാഭം? 257, ചിലപ്പോ 200, 150, 20, 50, 70 എത്രയും കാണും. ഈ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയും? ഇല്ല. സേവ് ചെയ്തിട്ട് പറ്റുമോ? നമ്മൾ സേവ് ചെയ്ത ആളെ പേരൊക്കെ സേവ് ചെയ്താൽ പറ്റും. നമുക്ക് സേവ് ചെയ്യാതെ ഓരോ ആളുകൾക്കും മെസ്സേജ് അയക്കാൻ പറ്റിയാലോ? നല്ലതല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആളുകളുടെ പേരുകൾ സേവ് ചെയ്യാതെ പേഴ്സണലി മെസ്സേജ് അയക്കാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ NDiskൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കുറെ ഗ്രൂപ്പുകളിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ 257 പേരുള്ള ഗ്രൂപ്പ് 10 ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഓരോ ഗ്രൂപ്പിലുള്ള ആളുകളെ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്ത് നമ്മുടെ മൊബൈൽ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യാം? ഫോൾഡർ ആക്കി സൂക്ഷിക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഓരോ ആളുകൾക്കും നമ്പർ സേവ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുക. എന്തൊക്കെ അയക്കാം? വീഡിയോസ്, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഇമേജുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആള് ശ്രദ്ധിക്കും അല്ലെ? നമ്മളൊരു ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ഏതാണ്? നമ്മളിപ്പോ ഇവിടെ പരപ്പ ജംഗ്ഷനിൽ ഒരാൾ വന്നു പോയാൽ നമുക്ക് വല്ലതും നമുക്ക് കണ്ടല്ലേ? അതേസമയം ആള് കയറി നമ്മുടെ ഇവിടെ ക്ലാസ് റൂമിൽ വന്നാൽ എന്താ? എന്തിനു വന്നു, എങ്ങനെ നമ്മൾ ചോദിക്കില്ല, അങ്ങോട്ട് ചോദിക്കില്ലേ അല്ലെ? നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ ചോദിക്കില്ലേ? നമ്മുടെ റോഡേ നടന്നു പോയാലും നമ്മൾ നോക്കി വേണമെങ്കിൽ അയാളെ കണ്ടിങ്ങോട്ട്. അതേസമയം മെസ്സേജിന്റെ അവസ്ഥയിൽ ഇത് തന്നെ. നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഒരാള് മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് റിപ്ലൈ എവിടെ നിന്നാണ്, എങ്ങനെ നമ്പർ കിട്ടി, ആരാണ്, എവിടെ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഇത് ഈ രീതിയിൽ അയക്കുന്ന മെസ്സേജുകളാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ആളുകളിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്താവും? നമ്മുടെ ചാനലിന്റെ ലിങ്ക് ആവാം, വീഡിയോസ് ആവാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് മെസ്സേജ് എടുത്ത് നമ്മൾ ഷോപ്പ് തുടങ്ങി, ഇന്ന ബിസിനസ് തുടങ്ങി, ഇന്ന ഓഫർ, ഇത്ര പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നതെല്ലാം ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലാസ് വളരെ സിമ്പിൾ ക്ലാസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് സാധാരണക്കാർക്ക് ഒരു ചെറിയ മുതൽ മുടക്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട്, വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ തുടങ്ങാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ക്ലാസ് ആയിരുന്നു. അത് മാത്രമല്ല, ഇതിൽ നമുക്ക് മാർക്കറ്റിംഗ്, ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട്. പിന്നെ ഓൺലൈൻ സെല്ലിങ്ങിന്റെ പ്രാവീണ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വന്ന ഉടനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി അപ്ഡേഷൻ ആയിട്ടുള്ള ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. പാലക്കാടിൽ നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. വളരെ മനോഹരമായിരുന്നു. ഇതുപോലൊരു ക്ലാസ് ഇതിനു മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. വളരെ എന്താ പറയുക, ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ബിസിനസ് പരമായിട്ട് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനിയും ഇത് മുന്നോട്ട് പോകും. ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. വളരെ നന്ദിയുണ്ട്. വിദ്യാഭ്യാസ ജീവിതം കഴിഞ്ഞവർക്കും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ സർക്കാർ ജോലിക്കൊക്കെ പോകുന്ന ഏതൊരാൾക്കും ഈ 10 പ്രോഡക്റ്റുകൾ വളരെ ചെറിയ മുതൽ മുടക്കിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം 1000 മുതൽ 5000 രൂപ വരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ക്ലാസ്സാണ്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സാറ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രതിപാദിച്ചു. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ഈ സാധനം നമ്മൾ തന്നെ ഇത് കുറച്ചുകൂടെ സാറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവിടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ശരാശരി ഒരു ദിവസം ഒരു 5000 രൂപ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളാണ്. ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ കഴിയുന്ന ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്ലാസുകൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. താങ്ക് യു.
ആദ്യം എഴുതാൻ എടുക്കും അല്ലെങ്കിൽ ഇത് ചായയും കൂടെ